ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ ബുദ്ധിയുള്ള നിർമ്മല കന്യക ഒരുങ്ങുന്നേ ബുദ്ധിയുള്ള നിർമ്മല കന്യക ഒരുങ്ങുന്നേ പ്രിയനേ എന്നേശുനായകനേ എപ്പോഴും പ്രിയനേ എന്നേശുനായകനേ എപ്പോഴും എൻ കണ്ണീർ തുടച്ചിടുവാൻ മനുഷ്യൻ മരിക്കുന്നത്. അപ്പോൾ അത് ശാരീരിക മരണത്തെ സൂചിപ്പിക്കുന്നു. ശരീരത്തിൽ നിന്നും ജീവന്റെയും ആത്മാവിന്റെയും വേർപാടാണിത്. സ്തോത്രം. ഒന്നാമത്തെ മരണം. ആത്മാവില്ലാത്ത ശരീരം നിർജീവം എന്ന് അപ്പോസ്തലനായ യാക്കോബ് പറയുന്നു. ഒരുവിന്റെ ശരീരത്തിൽ നിന്നും പ്രാണനും ആത്മാവും നഷ്ടപ്പെടുമ്പോൾ മരണം സ്ഥിരീകരിക്കപ്പെടുന്നു. അങ്ങനെ താൽക്കാലിക വാസസ്ഥലമായ ശരീരം ഉപേക്ഷിച്ച ശേഷം ആത്മാവ് സൃഷ്ടാവിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇതിന് നമുക്ക് ഒന്നാമത്തെ മരണം എന്ന് പറഞ്ഞാൽ ശാരീരിക മരണമാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ. അതിനെ നമ്മൾ പറഞ്ഞു വരുന്നതും കണ്ടുവരുന്നതും ഒരുവൻ മരിച്ചു എന്നാണ്. എന്നാൽ ആത്മീയ മരണമുണ്ട്. ആത്മീയ മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ജീവൻ ഉള്ളപ്പോൾ തന്നെ ആത്മാവിൽ മരിച്ച അവസ്ഥയാണിത്. യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയ ശേഷം അവനോട് കൽപ്പിച്ചത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. 32:17 പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പഴം പറിച്ചു തിന്ന നാളിൽ ആദാം മരിച്ചതായി കാണുന്നില്ല. ആദാം മരിച്ചത് 930 വർഷം ജീവിച്ചിരുന്ന ശേഷമാണല്ലോ. അപ്പോൾ ഈ മരണം സംഭവിച്ചത് എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? അതിനുള്ള മറുപടി കൽപ്പന ലംഘിച്ചപ്പോൾ തന്നെ മനുഷ്യന് ദൈവ തേജസ് നഷ്ടമായതിനാൽ ആത്മിക മരണം സംഭവിച്ചു. അപ്പോൾ ദൈവമായ കർത്താവ് ഒരു കൽപ്പന അവർക്ക് കൊടുത്തിരുന്നു, ഈ ഫലം പറിച്ചു കഴിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന്. പക്ഷെ ഇവിടെ സംഭവിച്ചത് ശാരീരിക മരണമല്ല, അവന്റെ ദൈവ തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആ അവസ്ഥയാണ് അവനെ നഷ്ടപ്പെട്ടു. അതിനെ ആത്മീയ മരണം എന്നാണ് പറയുന്നത്. എന്നാൽ നിത്യമായ ഒരു മരണമുണ്ട് പ്രിയമുള്ളവരെ. അത് നമുക്ക് ആർക്കും സ്തോത്രം സംഭവിക്കുവാൻ പാടില്ല. കാരണം നിത്യമായ നരകത്തില്, നിത്യമായ ദണ്ഡനത്തില് നമ്മള് ചെന്നുവിടും. സ്തോത്രം. നമ്മൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും ഈ ആത്മീയ മരണം ഉണ്ടെങ്കിൽ കർത്താവിലേക്ക് മടങ്ങി വന്നാൽ സ്തോത്രം അവൻ നിത്യമായും കർത്താവ് യേശു ക്രിസ്തുവിന്റെ മകനായി തീരും. അവന് ഒരു വേർപാട് ഈ ഭൂമിയിൽ ഉണ്ടായാൽ നിത്യമായ സ്വർഗം അവന് ലഭിക്കും. അത് നാം ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് തീരുമാനിക്കുവാനുള്ളതായ സമയമാണിത്. അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്റെ സ്വന്തം രക്ഷിതാവായി നാം ഓരോരുത്തരും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്താൽ നാം അവന്റെ മക്കളായി തീർന്നു. സ്തോത്രം. പിന്നെ നമുക്കൊരു മരണം ഉണ്ടായാൽ അത് നിത്യമായ മരണം അല്ല, നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനോട് വാസം ചെയ്യുകയാണ്. സ്തോത്രം. ഇപ്പോൾ ഒരു ഭക്തൻ മരിക്കുന്നുവെങ്കിൽ അവൻ പർദീസിലേക്ക് എടുക്കപ്പെടും. സ്തോത്രം. പർദീസ എന്ന് പറയുന്നതായ കാര്യം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു
ക്രൂശിൽ മരിക്കുന്ന അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് കള്ളനോട് പറഞ്ഞത് ഇപ്രകാരമാണ്, നീ ഇന്ന് എന്റെ കൂടെ പർദീസയിൽ ഇരിക്കണമെന്ന്. അപ്പോൾ പർദീസയെ കുറിച്ചുള്ളതായ ഒരു അറിവ് തിരുവചനം നമുക്ക് തരികയാണ്. അതോടൊപ്പം തന്നെ കർത്താവ് ജീവിച്ചിരുന്ന വേളയിൽ ഒരു ഉപമ പറയുന്നുണ്ട്, ലാസറിന്റെയും ധനവാന്റെയും ഉപമ. ആ ഉപമയിലും ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് യേശു ക്രിസ്തു പർദീസയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ലാസർ താൻ ഭൂമിയിലായിരുന്നപ്പോൾ കഷ്ടത അനുഭവിച്ചു, എന്നാൽ ധനവാനോ സുഖലോലുപനായി കഴിഞ്ഞു. എന്നാൽ രണ്ടുപേരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. രണ്ടുപേരും മരിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ സ്തോത്രം അബ്രഹാമിന്റെ മടിത്തട്ട് എന്ന് പറയുന്നതായ പർദീസയിലേക്ക് സ്തോത്രം ലാസർ എടുക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ ധനവാൻ നരകയാതന അനുഭവിക്കുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അവിടെ കർത്താവ് പറയുന്നത് ഒരു പർദീസ ഉണ്ട് എന്നാണ്. യഹൂദന്മാർ അതിനെ അബ്രഹാമിന്റെ മടിത്തട്ട് എന്നാണ് ഹല്ലേലൂയ സ്തോത്രം വിഭാവന ചെയ്തത്. ശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ, ഉള്ളം നീറുന്നേ. ഈ മരുവാസത്തെ വെറുപ്പിടുവാൻ ആശയേറുന്നേ. ഈ മരുവാസത്തെ പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തിലേക്ക് നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായ വിശ്വാസമായ ദൈവമാകുന്നു. നീ മർത്തനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ പരിമിലം ചെയ്യുന്നു. 1000 സംവത്സരം ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലേറെ യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്നു, പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തളച്ചു വരുന്നു, വൈകുന്നേരം അതലിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ പിരിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങൾ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങൾ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാനം കൊണ്ട് നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാൽ ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹായവും തോന്നണമേ. കാലത്ത് തന്നെ നിങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാലെത്തിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ.
ദൈവത്തിൽ സമാധാനം കണ്ടെത്തി, സ്വസ്ഥത കണ്ടെത്തി, ദൈവത്തിൽ ആശ്രയിച്ചവരാണ് ഇവിടെ വന്നിരിക്കുന്നവരിൽ പലരും. പ്രിയ സൈമൺസിന്റെ വേർപാട് അവരുടെ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് നികത്തുവാൻ കഴിയാത്ത നഷ്ടവും വേദനയും ദുഃഖവുമാണ് എന്നുള്ളതിൽ സംശയമേതുമില്ല. കാലങ്ങൾ ഇത്രയും തങ്ങളോടുകൂടി ആയിരുന്ന അവരുടെ പിതാവ് അവരിൽ നിന്ന് വേർപെടുമ്പോൾ, അതും ചിന്തിക്കാത്ത സമയത്ത് നൊടിയിടയിൽ മാറ്റപ്പെടുമ്പോൾ ഉൾക്കൊള്ളുവാൻ സമയം വേണ്ടി വരും. അതിൽ രണ്ടു പക്ഷമില്ല. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു എന്നൊന്നും നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുവാനിടയാകരുത്. ദൈവവചനം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ തലയിലെ ഒരു മുടി പോലും ഒഴിഞ്ഞു പോകുന്നത് ദൈവം അറിയാതെയല്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക, സമാധാനം കണ്ടെത്തുക. തീർച്ചയായും നമ്മളൊക്കെ ഒരു ദിവസം നമ്മളാരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇതുപോലെ ആരുടെ നീളമുള്ള ഒരു കറുത്ത പെട്ടിയിൽ നമ്മൾ ഒതുങ്ങേണ്ടവരാണ്. നമ്മൾ മണ്ണാണ്, മണ്ണിലേക്ക് തിരികെ ചെയ്യും. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ സ്വായത്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സൈമൺസിന്റെ വേർപാട് പലരുടെയും നിത്യതയ്ക്ക് കാരണമായി തീരുമെങ്കിലും ദൈവം തീർച്ചയായും നമ്മിൽ ഇന്ന് പ്രസാദിക്കും. വേദപുസ്തകത്തെ ബഹുമാനിക്കുകയും വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നെ കേൾക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം ഒരു ഭാഗം കാണുവാൻ കഴിയുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഒരു വലിയ ചോദ്യമാണല്ലേ. ഒരു സാധാരണ മനുഷ്യൻ ചോദിക്കുന്നൊരു ചോദ്യം, മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അതിനെ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാണ് അതിന് മറുപടി നൽകിയത്. ലാസറിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ യേശു തന്റെ സഹോദരിമാരോട് സംസാരിക്കുമ്പോൾ ഇവിടെയും പ്രിയ സൈമൺസിന്റെ സഹോദരിമാർ, പ്രിയപ്പെട്ടവർ എല്ലാം എന്നെ കേൾക്കുന്നു. ലാസറിന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് വളരെ വാസ്തവമായി പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സൈമൺ നിത്യമായൊരു മരണത്തിലേക്കല്ല ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു വിശ്രമം മാത്രമാണ്. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് തന്റെ ഭക്തന്റെ മരണം ഒരു വിശ്രമമാണ്. ഒരു വിശ്രമം. കഴിഞ്ഞ നാളുകളിൽ കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒക്കെയും അധ്വാനിച്ച, പണിയെടുത്ത, തൻ്റെ ചോര നീരാക്കി കുടുംബം പുലർത്തിയ പ്രിയപ്പെട്ടവനെ ഒരു വിശ്രമം ആവശ്യമെന്ന്
ദൈവത്തിന് മനസ്സിലായി. നമ്മളിൽ പലർക്കും തോന്നാം ഒരല്പം നേരത്തെ ആയി പോയില്ലേ. ഇല്ല, ദൈവം ഒരിക്കലും ഒന്നും നേരത്തെ ചെയ്യുന്നവനല്ല, ഒട്ടും താമസിക്കുകയുമില്ല. കൃത്യസമയത്ത് ദൈവം സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. അതെ, ദാനിയേലിനോട് ഇപ്രകാരം ദൈവം പറഞ്ഞു, നീയോ ദാനിയേലെ പോയിക്കൊടുക്ക, നീ പോയി വിശ്രമിച്ച് നിന്റെ കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ചില മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ടവന്റെ ഭൗതിക ശരീരം നാം ദൈവം തന്നെ മണ്ണിൽ നിന്നെടുത്തു, ആ മണ്ണിലേക്ക് തിരികെ ചേരും. എന്നാൽ ഒരു ദിവസം താനിത് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. നിശ്ചയമായി കാഹളം ധരിക്കും, മരിച്ചവർ രക്ഷയിടാൻ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ വീണ്ടെടുക്കപ്പെട്ടവർ രൂപാന്തരപ്പെട്ട കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഉയർപ്പിൻ സുപ്രഭാതത്തിൽ, ഉയർപ്പിന്റെ പെൺപുലരിയിൽ ഓടാനുകൂടി ദൈവജനങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ആ മഹാ ഉയർപ്പിൻ പ്രഭാതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരും തന്റെ സമൂഹീനങ്ങളെ ഭേദിച്ചുകൊണ്ട് തന്റെ ആത്മാവ് ഉയർത്തെഴുന്നേൽക്കും. താൻ കർത്താവിനെ കാണും. യോബ് ഇങ്ങനെ പറഞ്ഞു, എന്റെ ദേഹം ഇങ്ങനെ നശിച്ചു പോയാൽ ഞാൻ മറ്റൊരു ദേഹത്തോടെ ദേഹസഹിതനായി എന്റെ കർത്താവിനെ കാണും. അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണും. പ്രിയപ്പെട്ട സൈമേട്ടനെ ഒരു വിശ്രമം ആവശ്യമായി. ഈ ലോകത്തിന്റെ അധ്വാനത്തിൽ നിന്നും തനിക്കൊരു വിശ്രമം. വീണ്ടും വിശുദ്ധ ബൈബിൾ പറയുന്നു, മരണം ഒരു ഉറക്കം. ഇത്രയും കാലം, എത്രയോ നാളുകൾ, എത്രയോ പ്രാവശ്യം പ്രിയപ്പെട്ട സഹോദരൻ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. ആരും നിലവിളിച്ചിട്ടില്ല, ആരും കരഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവൻ ഒരു ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഒരൽപ്പം നീണ്ട ഉറക്കം. യായിറോസിന്റെ മകൾ മരിച്ചു കഴിഞ്ഞപ്പോൾ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയത്രേ ചെയ്യുന്നു. നമുക്കറിയാം, യായിറോസിന്റെ വീട്ടിൽ വന്ന് യേശു ആ ബാലികയെ എഴുന്നേൽപ്പിച്ചു. ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് യേശു അവളെ എഴുന്നേൽപ്പിച്ചു. ഇതുപോലെ തന്നെ ഒരു ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ വാത്സല്യ സഹോദരൻ ഇവിടെ കയറി വരിക എന്നുള്ള കർത്താവിന്റെ ശബ്ദത്തിന് മുൻപിൽ കാഹളം കല്ലറയിൽ വിശ്രമിക്കുന്നവർ യേശുവിന്റെ ശബ്ദം കേൾക്കും എന്നുള്ള ദൈവവചന പ്രകാരം തന്നെ എവിടെ അടയ്ക്കുകയോ, ആരടയ്ക്കുകയോ, എങ്ങനെ അടയ്ക്കുകയോ, ഇതൊന്നുമല്ല വിഷയം. താൻ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവവചനം അനുസരിച്ച് ദൈവവസ്ഥ പ്രകാരം ഒരു ദൈവസഭയിൽ ദൈവത്തെ ആരാധിച്ച് നല്ല അന്ത്യം പ്രാപിച്ചു എന്നുള്ള കാരണത്താൽ താനൊരു ദൈവവേദൻ ആണെന്നുള്ള പരിഗണനയിൽ കർത്താവ് തന്നെയും വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത്. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാത്തവരാണ് അഗാധമായി ദുഃഖിക്കുകയും പുലമ്പുകയും വേദനാതിപ്പെടുകയും ഇനി ഞങ്ങൾ കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നു. എന്നാൽ അങ്ങനെയല്ല. പിതാവില്ലാത്തവർക്ക് നല്ലൊരു നാഥനും പെറ്റമ്മയേക്കാൾ ആർദ്രവാനും ഒക്കെയാണ് നമ്മുടെ കർത്താവ്. വിധവയ്ക്ക് കാന്തനും സാധുവിന് അപ്പവുമാണ് കർത്താവ്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ലോകപ്രകാരമുള്ള പിതാവ്
മാറ്റപ്പെട്ടുവെങ്കിലും സ്വർഗീയ പിതാവ് മാറ്റപ്പെടുന്നില്ല. ഒരു പിതാവിനെ പോലെ നിങ്ങളോട് കൂടെ ഇരുന്ന് ആലോചന പറഞ്ഞു തരികയും നിങ്ങളുടെ ഭാവിയെ ധന്യമാക്കുകയും ചെയ്യും. നീതിമാന്റെ സന്തതി എന്ന പരിഗണന നിങ്ങൾക്കുണ്ടാകും അപ്പന്റെ വഴികളിൽ നടന്നാൽ. അതെ, ഏറ്റവും ലഘൂകരിച്ച് മരണത്തെക്കുറിച്ച് പറയുന്ന വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, മരണം ഒരു വിശ്രമം, മരണം ഒരു ഉറക്കം, മരണം ഒരു വീട് മാറ്റമാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ ഭൗതികമായ കൂടാരം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട്. താൻ ഉണ്ടാക്കിയ ഭവനം അഥവാ താൻ ഉണ്ടാക്കിയ വീട്, താൻ പാർത്ത വീട്, ഇതൊക്കെ വിട്ട്, തൻ്റെ കൂടാരം വിട്ട് താൻ ഇന്ന് മാറ്റപ്പെട്ടുവെങ്കിൽ ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനങ്ങളിട്ടതുമായ ഒരു നഗരത്തിനായി നമ്മുടെ പിതാക്കന്മാർ കാത്തിരുന്ന പോലെ പ്രിയ സിനിമേറ്റർ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ പാർത്തിരുന്നതായ വീട്ടിൽ നിന്ന് താൻ ഇന്ന് ആ വാസം അവസാനിച്ചുവെങ്കിൽ തനിക്ക് വേണ്ടി സ്വർഗത്തിലെ കർത്താവ് ഇമ്പങ്ങളുടെ പർദീസയിൽ സ്വർഗീയ സിയോനിൽ കുഞ്ഞാട് വിളക്കായി ശോഭിക്കുന്ന സ്വർഗീയ സിയോനിൽ തനിക്കായ ഒരു ഭവനം കർത്താവ് ഒരുക്കുന്നുണ്ട്. അത് കർത്താവ് തന്നെയാണ് ഒരുക്കുന്നത്. ഈ വീട് വിട്ടാൽ ആ വീട്ടിൽ നാം ചെന്നു ചേരണം. എങ്ങുമല്ലാത്തൊരവസ്ഥ നമുക്കുണ്ടാകരുത്. അതുകൊണ്ട് സൈമേട്ടന്റെ വേർപാട് മറ്റു പലരുടെയും നിത്യതയ്ക്ക് കാരണമായി തീരട്ടെ. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. അതെ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മളെല്ലാവരെയും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപായി വെളിപ്പെടേണ്ടവരാണ്. ഒരു ന്യായവിധി ദിവസമുണ്ട്. ആ ന്യായവിധി ദിവസത്തിൽ നിനക്കായി ഒരുക്കിയ ഭവനമിതാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പ്രതിഫലം തന്ന് മാനിപ്പാൻ നമ്മളെ കാത്തിരിക്കുന്ന കർത്താവ്. ആകയാൽ പ്രിയപ്പെട്ട ഈ സഹോദരന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയുവാനുള്ളത്, ജീവനോടിരിക്കുമ്പോൾ കർത്താവിനെ കണ്ടുമുട്ടുക, ജീവനോടിരിക്കുമ്പോൾ കർത്താവിനെ അനുസരിക്കുക, ജീവനോടിരിക്കുമ്പോൾ നിത്യത അവകാശമാക്കുക, നിത്യത ഉറപ്പാക്കുക. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യിൽ തള്ളിയിടും എന്നുള്ള ദൈവിക പ്രമാണപ്രകാരം ദൈവം നമ്മളെ ന്യായവിസ്താരത്തിലേക്ക് നടത്തുവാനിടയാകാതെ നമുക്ക് തക്കതായ കൂലിയും പ്രതിഫലവും തന്നു നിത്യതയുടെ തീരത്ത് കർത്താവിനോട് ചേർത്ത് നമ്മളെ നിർത്തുവാൻ നമുക്ക് ഇപ്പോഴേ ഒരുങ്ങാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. തൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും നിങ്ങൾക്ക് സകല ബുദ്ധിയെ കഴിയുന്ന ദൈവിക സമാധാനം ദൈവം തന്നു നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവിനോട് കൂടുതൽ അടുത്ത് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി നമുക്കും ഒരുങ്ങാം. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മളാരും ചിന്തിക്കാത്ത രീതിയിൽ മരണം ഒരു വ്യക്തിയെ വേർപെടുന്നു. മാനുഷിക തലത്തിൽ നമുക്ക് സഹിപ്പാൻ പറ്റാത്തതും അതുപോലെ വേദനകരമായ സാഹചര്യത്തിൽ കടക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്നത് ആമേൻ ഹല്ലേലൂയ, ഈ ലോകത്ത് നമ്മളെ വിട്ടു മാറ്റപ്പെട്ടുവെങ്കിൽ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരു കാലത്ത് നമ്മൾ പോകുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ഹല്ലേലൂയ കാലം ആസന്നമായി. ആമേൻ. അതിനായി നമ്മളെ വീണ്ടും ബലപ്പെടുത്തുന്നത് ആമേൻ ഹല്ലേലൂയ ഓരോ ഹല്ലേലൂയ മരണ ശുശ്രൂഷകളിലും ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ദിനങ്ങൾ അത്രേ. ഹല്ലേലൂയ പ്രിയ ദേവദാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവ മക്കൾക്ക് ഹല്ലേലൂയ എല്ലാം കൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് നാളെ വരെ പരിചയമുള്ളൂ. എന്നിരുന്നാലും കർത്താവിന്റെ കൃപയാൽ കുറച്ച് നാളാണെങ്കിലും ഒരപ്പനെ പോലെ പല കാര്യങ്ങളും ഞങ്ങള് ചെന്നൈയിലായിരുന്ന സമയത്ത് ഒരു 3 മാസം മാത്രമേ ഈ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നുള്ളൂ. പക്ഷെ 3 മാസം എന്നുള്ളത് 30 വർഷത്തെക്കാളും പഴക്കമുള്ള ഒരു സ്നേഹബന്ധത്തിലായിട്ടാണ് ഞങ്ങൾ പോയത്. ഏതൊക്കെ കാലത്ത് ഞങ്ങൾ ചെന്നൈയിലോട്ട് പോകുമ്പോഴും ആ ഭവനത്തിൽ പോകാതെ തിരിച്ചു പോകത്തില്ല.
പല കാര്യങ്ങളും ഞങ്ങൾ ആ ഭവനത്തിൽ നിന്ന് കണ്ടു പഠിപ്പാൻ ഇടയായി. ബിക്കോസ് അവരുടെ കുടുംബത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. മക്കളൊക്കെ എത്ര ലേറ്റായി ഇരുന്നാലും ആ ഭവനത്തിൽ ഒരുമിച്ചിരുന്ന് രാത്രി 10 ആയാലും 11 മണിയായാലും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു സമ്പ്രദായം, പ്ലസ് അത് ആഹാരം കഴിക്കുന്നതിന് മുമ്പേ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അത് എത്ര നേരമായാലും ഇതെല്ലാം ആ കുടുംബത്തിൽ ഞങ്ങൾ കാണുവാനിടയായി. എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. ബിക്കോസ് ഞാനിത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ ഒരു വാക്ക് കേൾപ്പാൻ ഇടയായത്. കഴിഞ്ഞ ദിവസം ശ്രീദാസിനെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ വരുന്ന ന്യൂ ഇയറിന് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, അതെ നിങ്ങൾ വാ, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളെ കാണുവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവിന്റെ സമയം ഒരു വ്യക്തിയെ കുറിച്ച് ആർക്കും പറയുവാൻ പറ്റുന്നതല്ല. ഇതിൽ നിന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നാളത്തെ കുറിച്ച്, അല്ലെങ്കിൽ നാളെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, നാളെ ഞാൻ നാളത്തെ ദിവസം എന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ മാനസാന്തരപ്പെടാം. ഇതൊന്നുമല്ല, നമ്മുടെ അടുത്ത സെക്കൻഡ് എന്താകുമെന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഈ ജീവൻ അല്ലെങ്കിൽ അല്പകാലം മാത്രമുള്ള ഈ ആയുസ്സിനെ നമ്മൾ മാറ്റി നിർത്തി നിത്യതയ്ക്ക് വേണ്ടി ഓടുവാൻ, അല്ലെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയ കുടുംബത്തെ കർത്താവിന്റെ ആശ്വാസ കരത്താൽ അവരെ ബലപ്പെടുത്തട്ടും. ഇത് തളർന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടും. അതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ കൃപ വ്യാപരിക്കട്ടും. സ്തോത്രം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഇന്നലെ രാവിലെ പ്രിയ സഹോദരി സവിച്ചാൻ മരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ സൈമിനെ അല്ല. കാരണം അല്പം മുമ്പ് വരെ ദിവസങ്ങളും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് ചെറുകിയ സഭയിൽ 3 ആഴ്ചകളോളം ഒന്നിച്ച് ആരാധിച്ചു. ഇവിടെ കടന്നു വരുവാനും ഞങ്ങൾ പരസ്പരം വളരെ സന്തോഷിക്കുവാനും കർത്താവ് സഹായിച്ചു. പലപ്പോഴും കാണുമ്പോഴൊക്കെയും നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളും ഇവിടെ പണ്ട് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെയും പറഞ്ഞ് ചിരിക്കാറുണ്ടായിരുന്നു. കേട്ട സമയം മുതൽ വളരെ ഹൃദയവേദന എനിക്കുണ്ടായി. ചെന്നൈയിലുള്ള പ്രിയ സഹോദരൻ്റെ വാഹനം എനിക്കൊരു ഇടത്താവളമാണ്. എൻ്റെ യാത്രയിൽ അവിടെ കടന്നു പോവുകയും അവിടെ താമസിക്കുകയും അവിടെ നിന്ന് എൻ്റെ ഫ്ലൈറ്റുകൾ പോകുമ്പോഴൊക്കെയും എനിക്ക് അതിൻ്റെ ടൈമിങ്ങൊക്കെ സൂക്ഷിക്കാൻ സഹോദരൻ വളരെ സഹായിയായിരുന്നു. എൻ്റെ മോൻ ചെന്നൈയിൽ എപ്പോഴേലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാ സൺഡേയും, മിക്കവാറും എല്ലാ സൺഡേയും സൺഡേ സർവീസ് കഴിഞ്ഞാൽ മോൻ അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരൻ തന്നോട് കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വളരെയധികം സമയം ഷിനുബിനുവിനും പ്രിയ സഹോദര കുടുംബവുമായിട്ട് ചെലവഴിക്കുകയൊക്കെ ചെയ്ത വലിയൊരു സ്നേഹബന്ധം ഞങ്ങളുടെ കുടുംബമായിട്ടുണ്ട്. പ്രിയമകനും വളരെ വേദനയിലാണ്. അവൻ്റെ അനുശോചനം അറിയിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെത്. പ്രിയ സഹോദരിയും എൻ്റെ വൈഫും എപ്പോഴും ബന്ധപ്പെടുന്നവരാണ്. പരസ്പരം ഷോക്ക് അവർക്കുണ്ട്. പിന്നെ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ എന്ത് സംസാരിക്കണം എന്ന് അല്പനേരം ദൈവത്തിനെ ശുശ്രൂഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും എത്രമാത്രം അതിന് സാധ്യമാണെന്ന് എനിക്കറിയില്ല. പ്രിയ സഹോദരൻ്റെ മാതാവുണ്ട്, സഹോദരിമാരുണ്ട്, നല്ല ബന്ധുക്കളൊക്കെ ഉണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാനും സൈബിനും ഒക്കെ ഈ മുക്കിൽ വളർന്നവരാണ്. ഇതാണ് ഞങ്ങളുടെ കേന്ദ്രമായിരുന്ന ഒരു കാലത്ത്. പ്രത്യേകിച്ച് ഞാനും സൈബിനും ഈ മുക്കിലുള്ള എല്ലാവർക്കും ഒരു കാലത്ത് ഭാരമായിരുന്നു. എല്ലാ കാര്യത്തിലും
ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ഞങ്ങൾ രണ്ടുപേരും ഇടപെടുകയും ഒട്ടും ഞങ്ങളുടെ ബന്ധുക്കൾക്ക് സൈമന്റെ കുടുംബത്തിന്, ഞാൻ എൻ്റെ കുടുംബത്തിന്, നാട്ടുകാർക്ക് എല്ലാവർക്കും ഭാരമായിട്ട് ഒരു വിഷയമായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പൂർത്തീകരിക്കാതെ സൈമൻ കടന്നുപോയി. ഈ ഗ്രൗണ്ടിൽ ഒരു സുവിശേഷ യോഗം വെക്കണം. അന്ന് ഞങ്ങൾക്ക് രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നു, നമ്മുടെ സാക്ഷി രണ്ടുപേർക്ക് നമ്മുടെ മുക്കിൽ പറയണം എന്ന് ഞങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലായതിനു ശേഷം അധിക നാൾ നാട്ടിൽ ജീവിച്ചിട്ടില്ല. ഞാൻ ബൈബിൾ പഠനത്തിന് സെമിനാറിൽ കടന്നുപോയി, ചെന്നൈയിലേക്ക് കടന്നുപോയി. അവിടെയായിരുന്നു, അവിടെ വെച്ചാണ് പ്രിയ സഹോദരൻ കർത്താവ് യേശുവിനെ കണ്ടുമുട്ടിയത്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന യഥാർത്ഥ മാറ്റം, ഞങ്ങളുടെ നാടിനോട് ഞങ്ങളുടെ ജീവിച്ച, ഞങ്ങളെ കണ്ട, കുഞ്ഞുനാളിൽ തൊട്ട് ഞങ്ങളെ കടന്നു വളർന്നു വന്ന് കണ്ട നാട്ടുകാരോട് പങ്കുവെക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അത് സാധിപ്പിക്കാതെയാണ് പ്രിയ സഹോദരൻ പോയത്. അതിലെനിക്ക് വളരെ ഭാരം എനിക്കുണ്ട്. ഏതായാലും അമീൻ പ്രൈസിലോട് തൻ്റെ സംസ്കാര ശുശ്രൂഷ ഈ ഭവനത്തിൽ വെച്ച് മുഖ്യമന്ത്രി നടക്കുമ്പോൾ അമീൻ പ്രൈസിലോട് ഞാൻ എന്നെ കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഞങ്ങളെ അറിയാം, എന്നെ സൈവിനെ അറിയാം. ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത് ഒരു തത്വശാസ്ത്രമല്ല, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് സൈമൻ മദ്യപാനം നിർത്തിയതും എല്ലാ ജീവിതത്തിലും മാറി തൻ്റെ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരുത്തി വെച്ച ആ സ്വഭാവത്തിൽ നിന്ന് മാറി വളരെ വർഷങ്ങളായി യേശുവിനെ കണ്ടുമുട്ടിയത് മുതൽ ആ കുടുംബത്തിൻ്റെ അകത്തൊരു വലിയ സമാധാനമുണ്ട്, വലിയൊരു സന്തോഷമുണ്ട്. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും അമ്മേനൊരു അപ്പനും അമ്മയും മക്കളെ പോലെ അല്ല വീട്, ഒരു സുഹൃത്തുക്കൾ കൂടുന്ന ഒരു ബാച്ചലേഴ്സ് അമ്മയും കൂട്ടായ്മ പോലെയാണ്. എപ്പോഴും വളരെ സന്തോഷം അനുഭവിച്ച് പരസ്പരം അംഗീകരിച്ച് വളരെ നല്ല രീതിയിൽ സഭയ്ക്കും താൻ ജീവിച്ച സമൂഹത്തിനൊക്കെയും വളരെ മാതൃകാപരമായി ജീവിക്കുകയും ആരെയും ക്രിസ്തുയേശുവിൽ സ്വാധീനിക്കുന്ന ഒരു അനുഭവം തനിക്ക് ലഭിക്കാൻ ഇടയാത്തീരുന്നു. എൻ്റെയും ജീവിതത്തിൽ ഈ നാട്ടുകാരെ കേൾക്കുന്നവർക്കറിയാം, ഈ തെരുവിലൂടെ എൻ്റെ മൃതശരീരം കാണുന്നത് ധരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ്. 94 ഞാൻ മരിച്ചു എന്നാണ് ഇവിടെ എല്ലാവരും കേട്ടിട്ടുള്ളത്. എൻ്റെ ഡെഡ് ബോഡിയാണ് കൊണ്ടുപോയതെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ ദൈവം എനിക്കൊരാഴ്ച തന്നു, ജീവിതത്തിൽ തിരുത്തലുകൾ തന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാനും കർത്താവ് എനിക്ക് ഭാഗ്യം ചെയ്തു. കർത്താവ് എന്നെ സഹായിച്ചു. ദൈവമക്കളെ, ഇന്ന് പകൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന നല്ല സമയത്തിനും നല്ല ആരോഗ്യത്തിനും ഞാൻ ഇന്നലെ നമ്മുടെ നാട്ടുകാരനാകുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. ടൗണിൽ വെച്ചാണ് കണ്ടത്. കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് പേടിയാകുന്നു, ഒരു കുഴപ്പമില്ലാത്ത സൈമൻ പെട്ടെന്ന് പോയപ്പോൾ ഞാനും പോകുന്നൊരു ഭയം എൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞു. അത് വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം വേറൊരു വ്യക്തി എന്നെ തൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. തനിക്ക് ഹാർട്ടിൻ്റെ ബ്ലോക്കുകളുണ്ട്, ഷുഗറുണ്ട്, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് തൻ്റെ ശരീരം. താൻ എന്നോട് പറഞ്ഞു, മാസ്റ്റർ എനിക്ക് പേടിയാണ് മരിക്കാൻ. ഞാൻ അല്പസമയം മനുഷ്യൻ്റെ കൂടെ ചെലവഴിച്ചിരുന്നു കൂടെ പറഞ്ഞു, മരിച്ചതിന് ശേഷം പോകുന്ന സ്ഥലത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം അത് നമുക്ക് നൽകി തരുവാൻ ഇടയെത്തിരും. എന്നെ കേൾക്കുന്ന അമ്മേ പ്രിയ എല്ലാവരോടുമായി പറയുകയാണ്, പ്രിയ സൈമ സഹോദരനെ എന്നെയൊക്കെയും ജീവിതത്തിലേക്ക് തിരിച്ചു വരുത്തി സമൂഹത്തിനും കുടുംബത്തിനും ആശ്വാസമുള്ളവരായി അമേൻ കർത്താവിനെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് അവരെ സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത ആളുകളെ ഈ ദൈവപക്ഷത്തേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യതിയാനം വരുത്തിയ കർത്താവ് നിത്യതയുടെ ദൈവമാണ്. മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല ആ ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ളത്. യേശുക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു എന്നുള്ളത്. ഇന്ന് പകൽ ദൈവമക്കളാകുന്ന എന്നെ കേൾക്കുന്ന ഈ അവസ്ഥയിലേക്ക്
ഇന്ന് വരെ കടന്നു വന്നിട്ടില്ലാത്ത ഞാൻ പറഞ്ഞല്ലോ, പ്രിയ സഹോദരന്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടതും നിങ്ങൾ വെറുത്തതുമായ എല്ലാ സ്വഭാവങ്ങളെയും മാറ്റി വച്ചിട്ട് പ്രിയപ്പെട്ടവനായി മാറ്റിയ, രൂപാന്തരപ്പെടുത്തിയ യേശു ക്രിസ്തു നിത്യതയുടെ ദൈവമാണ്. യേശു ക്രിസ്തു പറഞ്ഞ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, അങ്ങനെയെങ്കിലും ഒരു മൃതശരീരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മരിച്ചാലും ജീവിക്കുമെന്ന് പറയുന്നത് എന്താണ് എന്ന് ചിലരെല്ലാം ഞങ്ങളോട് പണ്ട് ചോദിക്കാറുണ്ട്. ഇന്ന് പകൽ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണ്, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയും ഈ ലോകത്തിൽ മരിക്കുന്നില്ല. പകരം ബൈബിൾ പഠിപ്പിക്കുന്നു, അവർ നിദ്ര കൊള്ളുന്നവരാണ്, ഉറങ്ങുന്നവരാണ്. ഉറങ്ങുന്നവർ ഉണരാതെ പോകുന്നവരല്ല, ഉറങ്ങുന്നത് താൽക്കാലികമാണ്. അവർ ഒരു ദിവസം ഉണരും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എബ്രായ ലേഖനത്തിൽ വചനം വ്യക്തമായി പറയുന്ന, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റം വരാത്തൊരു വചനമുണ്ട്. ആ നിത്യ സത്യവചനം പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഇന്ന് പ്രിയ സഹോദരൻ സൈമന്റെ മരണം നമ്മോട് പറയുന്നു, സമയത്തിന്റെ മൂല്യം എത്രയാണെന്ന്. എല്ലാം അറിഞ്ഞിട്ടും എല്ലാം ഗ്രഹിച്ചിട്ടും നാളേക്ക് മാറ്റിവെക്കുന്ന അവസ്ഥ മാറി. ഇപ്പോഴാകുന്നു സുപ്രസവ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നമ്മുടെ യേശു കർത്താവ് വരും സമയമായി എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആമീൻ, പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ വൈറസ് കണ്ണിന് കാണാൻ കഴിയാത്തത്, മൈക്രോസ്കോപ്പിൽ തന്നെ ബുദ്ധിമുട്ടി മാത്രം കാണുന്ന ഒരു വൈറസ് ഒരു ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയത് ഈ തലമുറ കണ്ടു. വേറെ ആർക്കും അത് കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. ലോകം മുഴുവനും കണ്ടു. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ 43,000-ലധികം ആളുകൾ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു മരണം വഴി ഈ കോവിഡ് നിമിത്തം. ഞാനും വളരെ ദയനീയമായി, ഞാൻ ഒരിക്കൽ എൻ്റെ ബന്ധുവിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കോവിഡ് വാർഡിൽ പോകാൻ ഇടയെത്തിയിരുന്നു. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ നിലവിളി കേൾക്കുമ്പോൾ ആദ്യം എനിക്ക് പരിചിതമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് ഇവിടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് നേഴ്സ് പറഞ്ഞു, നോക്കണ്ട, കരച്ചിൽ കേട്ടെടുത്തെല്ലാം ആളുകൾ മരിച്ചിട്ടുണ്ട്, അവരുടെ ബന്ധുക്കളാണ് കരയുന്നത്. ദൈവമക്കൾ ഒരിക്കലും നിശ്ചയമില്ലാത്ത ഈ ആയുസ്സിൽ ദൈവം നമുക്ക് നൽകി തന്നപ്പോൾ ലഭിച്ച ആയുസ്സിൽ വിശ്വസ്തമായി സൃഷ്ടാവാകുന്ന ഈ മണ്ണിനെ മെനഞ്ഞെടുത്ത, ഈ മണ്ണ് നമുക്ക് നൽകി തന്ന, ജീവിക്കുവാൻ വേണ്ടി നൽകി തന്ന ഈ നല്ല ദൈവത്തെ നമ്മൾ ഇപ്പോൾ മാനിക്കണം. ഇപ്പോൾ ഈ മൊബൈൽ മോർച്ചറിയിൽ കിടക്കുന്ന ഈ മൃതശരീരത്തെ നമ്മൾ മൃതശരീരം എന്ന് പറയുന്നത് മൃതമായതാണത്. ഈ ബോഡിയെ നോക്കി സഹോദരൻ സൈമൻ അല്ലെങ്കിൽ സഹോദരിമാർ അപ്പു എന്ന് വിളിക്കില്ല. കാരണം അവർ പ്രതീക്ഷിക്കുന്ന, അവരുടെ ഉള്ളിൽ പ്രതീക്ഷിക്കുന്ന ആൾ അതിനകത്തില്ല. ഇന്നലെ രാവിലെ 7 മണിയോടുകൂടെ താൻ പ്രിയമെച്ച സഹോദരൻ താൻ പ്രിയമെച്ച നാട്ടിലേക്ക് കടന്നുപോയി. ഇത് തനിക്ക് ലോകത്തിൽ ഈ 64 വയസ്സ് വരെയും ജീവിപ്പാൻ ദൈവം കൊടുത്ത മൺകൂടാണ്. ഇത് മണ്ണിൽ നിന്നെടുത്തതാകിയാൽ ഇത് മണ്ണിലേക്ക് തിരികെ ചേരും. ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട്. ഈ മൃതശരീരം ഇവിടെ വിട്ടുപോയാലും ആമേൻ, പ്രൈസ് ദി ലോർഡ്, 2 സ്ഥലത്തേക്ക് ഇവിടെ നമുക്ക് പറയാം. ഇന്നലെ ഒരു പ്രസിദ്ധനായ രാഷ്ട്രീയ നേതാവ് മരിച്ചപ്പോൾ ആമേൻ ന്യൂസിലെല്ലാം കണ്ട വാർത്ത വലിയ നഷ്ടം, വലിയ നഷ്ടം, വലിയ നഷ്ടം എന്നാണ്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് അപ്പോസ്തലൻ തിരുവചനത്തിൽ വെളിപ്പെടുത്തുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് അത്യുത്തമമാണ്, അത് ശ്രേഷ്ഠമേറിയതാണ് എന്ന്. ആമേൻ, തന്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. പ്രിയ സഹോദരന്റെ സീറ്റുകളും മറ്റൊക്കെയും ഇവിടെ ഒഴിഞ്ഞുവെങ്കിലും സഹോദരന് ശ്രേഷ്ഠമേറിയ സീറ്റ് സ്വർഗത്തിലെ ദൈവം തന്റെ സന്നിധിയിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്രത്യാശയാലാണ്, ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ചിന്തയിലാണ് നാം മരണത്തിന്റെ ഭയത്തെ ജയിക്കുന്നത്. ആകയാൽ ഒറ്റ മാർഗം മരണഭയം മാറാൻ ദൈവ പൈതലായി തീരുക, യേശുവിന്റെ പൈതലായി തീരുക. യേശു കർത്താവിന്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ ആ യേശു ക്രിസ്തുവിന്റെ തിരുവചന പ്രകാരം ഉപദേശത്തിലും ജീവിതത്തിലും വിശുദ്ധിയും വേർപാടും പാലിച്ച് നിർമ്മല മനസ്സോടെ ജീവിച്ച് ഒരന്ത്യം പൂർത്തീകരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ശാരീരിക വേർപാട്, പ്രിയ സഹോദരന്റെ ശാരീരിക വേർപാട് ദുഃഖം തരുന്നതാണ് എങ്കിലും പ്രൈസ് ദി ലോർഡ്, ആമേൻ, പോയിരിക്കുന്ന സ്ഥലത്തെ കുറിച്ചുള്ള പ്രത്യാശയും ധൈര്യവും
നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ ദൈവപക്ഷത്ത് ആ ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാരംഭത്തിൽ കേട്ടതുപോലെ 3 വിധത്തിലുള്ള പ്രത്യാശകളാൽ നാം നയിക്കപ്പെടുന്നവരാണ്. ബൈബിൾ അങ്ങനെയാണ് അനുശ്വാസിക്കുന്നത്. 3 അമേൻ പ്രൈസ് ലോർഡ് അമേൻ പ്രത്യാശയുണ്ട്. ഒന്ന്, പ്രത്യാശയില്ലായ്മ ഇല്ലാത്തൊരു മനുഷ്യരുണ്ട്. ഈ ലോക ജീവിതത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്നവരുണ്ട്. വരുവാനുള്ള ജീവിതത്തിൽ നിത്യതയിൽ പ്രത്യാശ വെക്കുന്നവരുണ്ട്. ലോകത്തിൽ പ്രത്യാശ വെക്കുന്നവർ ഇവിടെ പണം സമ്പാദിക്കാനും ആരനുഭവിക്കുമെന്ന് താൻ പോലും അറിയാത്ത പണം സമ്പാദനത്തിന് വേണ്ടി ജീവിതത്തിന്റെ സകല സമയങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ, വേറെ ചിലര് ഒരു പ്രത്യാശയുമില്ലാതെ നഷ്ടപ്പെടുമ്പോൾ, ദൈവത്തിന്റെ വചനം പറയുന്നു പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ ജാതികളെ പോലെ നാം ദുഃഖിക്കാതിരിക്കുന്നതിന്റെ കാരണം പ്രിയ സഹോദരൻ പോകുന്നതിന് മുമ്പേ എവിടേക്ക് പോകുന്നതിന്റെ ടിക്കറ്റ് എടുത്തതുകൊണ്ടാണ്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം മുകളിൽ നിന്ന് നോക്കി. ദൈവത്തെ അന്വേഷിക്കുന്നതിനെയാണ് ബൈബിൾ ബുദ്ധി എന്ന് പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധി അഥവാ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ചെന്നു ചേരുന്ന രാജ്യത്തിൽ പ്രവേശനം സാധ്യമാക്കത്തക്ക വിധത്തിലുള്ള ഒരു ജീവിത ശൈലി നമുക്ക് ആവശ്യമാണ്. സഹോദരൻ, പ്രത്യേകിച്ച് പ്രിയമാതാവ്, സഹോദരിമാരെ, സഹോദരൻ അവരെല്ലാവരും ഉണ്ട്. എന്തെങ്കിലും ചർച്ച അവരുണ്ട്. ഈ ലോകത്തിൽ മറ്റുള്ള കാര്യങ്ങളിൽ വിട്ടുമാറി പ്രിയ സഹോദരൻ യേശുവിനെ കണ്ടുമുട്ടി തന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനം വന്നത്, അത് നിങ്ങൾക്കൊരു സന്ദേശമാണ്, അത് നിങ്ങൾക്കൊരു സുവിശേഷമാണ്. അത് ജീവിതത്തിൽ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ സഹോദരന് വേണ്ടി ഇനി ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഇനി യോഗ്യമായ രീതിയിൽ സംസ്കരിക്കുക മാത്രമാണ്. എന്നാൽ ജീവനോട് ഇരിക്കുന്ന നമുക്ക് ആ മാതൃക പിൻപറ്റുവാനും അതിനനുസരിച്ച് ജീവിപ്പാനും സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങൾ പ്രസംഗിക്കുവാൻ മാനസികമായി എനിക്കിപ്പോൾ ശക്തിയില്ല. കാരണം ഹല്ലേലൂയ, ഒരു ഈ കുടുംബക്കാരെ അനുഭവിക്കുന്ന അതേ വേദന, അതേ സങ്കടവും ഞാനും അനുഭവിക്കുന്നുണ്ട്. കാരണം കുഞ്ഞുനാളിലെ കണ്ടു തുടങ്ങിയ ഈ ബന്ധം മണിക്കൂറുകൾ കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് ഭൂമിയിൽ അവസാനിക്കുന്നു എന്നതുകൊണ്ട് അല്പവേദന ഹൃദയത്തിൽ എനിക്കുണ്ട്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ എന്നെ ഉറപ്പിക്കുന്ന ധൈര്യപ്പെടുന്ന പ്രത്യാശയുണ്ട്. സഹോദരൻ, ഞാൻ എല്ലാം ചെന്ന് ചേരുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് ദൈവം അനുവദിച്ചാൽ ഒന്നിച്ച് കാണാം. ആ പ്രത്യാശയെ ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയ സഹോദരന്റെ ദുഃഖത്തിൽ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന പ്രിയ സഹോദരി ഷിനോവിനും അവരുടെ ഭാര്യമാർ, കുട്ടികൾ, അതുപോലെ സഹോദരന്റെ സഹോദരിമാര്, തമ്പി അല്ലെങ്കിൽ അവൻ മുന്നിലോട് നടക്കുന്നുണ്ടെങ്കിലും വളരെ സംഘർഷം അവൻ്റെ ഉള്ളിൽ ഞാൻ കാണുവാനിടയെത്തുന്നു. അതുപോലെ തന്നെ ഡോളിയും ശാന്തയും ഹല്ലേലൂയ ഉഷ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതിലും ഷൈനിയൊക്കെ എല്ലാവരെയും കർത്താവ് അവരുടെ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കൊച്ചുമക്കളെ എല്ലാവരെയും സർവശക്തനാകുന്ന ദൈവം വചനത്തിൻ്റെ പ്രത്യാശയം നിറയ്ക്കട്ടെ എന്ന് ഓർക്കുന്നു. ഞാൻ പ്രതികരിക്കുന്ന സഭയുടെ ചുവന്നൂർ ദേവസഭയുടെ കഴിഞ്ഞ നാളുകളൊക്കെയും പ്രിയ സഹോദരൻ ഞങ്ങളുമായി വളരെ ബന്ധം പുലർത്തുവാനും എല്ലാ കാര്യത്തിലും ഇതുവരെ ഫംഗ്ഷനുകളിലെല്ലാം പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആശ്വാസം തരട്ടെ. തുടർന്ന് ശുശ്രൂഷകളിൽ എല്ലാ ഭംഗിയും നടന്ന് നമ്മൾ ഇപ്പോഴത്തെ ആ ഓർഡർ അനുസരിച്ച് നമ്മൾ 12 മണിയോടുകൂടി നമ്മളിവിടെ നിന്ന് ബോഡി സിമിട്രിയിലേക്ക് കടന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഉച്ച സമയമാണ്, നാട്ടിൽ നല്ല വെയിലുണ്ടല്ലോ. അത് അവിടെ അധിക സമയമില്ല. അവിടെ നമുക്ക് ഓഡിറ്റോറിയം ഉണ്ട്, അതിൽ ബോഡി വെച്ച് അവിടെ അല്പസമയം ശുശ്രൂഷത്തിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റിനകത്ത് അവിടെ ഒരു ശുശ്രൂഷകൾ കഴിഞ്ഞ് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുവരെയും നിങ്ങളെല്ലാവരും സഹനം ഞാൻ ഒരിക്കലൂടെ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ പറയുന്നതെല്ലാം നിങ്ങളുടെ ആശ്വാസത്തിനും നിങ്ങളുടെ മുറിവുകളെ ഉണക്കുവാൻ ദൈവത്തിൻ്റെ വചനമെന്ന ഔഷധം തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ചെന്നൈയിൽ നിന്ന് പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ സഹോദരൻ്റെ ഇപ്പോഴത്തെ സഭയുടെ ശുശ്രൂഷനായിരുന്ന പാസ്റ്റർ ഷൈലസ് വന്നിട്ടുണ്ട്. താനായിരിക്കും അവസാന ശുശ്രൂഷകൾ നടത്തുന്നത്. അതിനുള്ളിൽ ഞങ്ങൾ ഒരു ദേവദാസനെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ചുമര് വിദേശി താൻ ശാരീരിക ക്ഷീണിതനാണ്. 11 മണിയോടുകൂടെ താൻ എത്തിച്ചേരാം എന്നാണ് പറഞ്ഞിട്ടുള്ള ദിവസം ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. ദൈവങ്ങളെ
ഇവിടെ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഉള്ളിൽ സംഗ്രഹിച്ച് ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ ചേർന്ന് ആ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഇടയാകട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളത് കേൾക്കണം എന്ന് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇവിടെ കടന്നു വന്ന് ഈ ഒരു അവസ്ഥയിലായിരിക്കും അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് കല്യാണങ്ങൾക്കാണ് ഈ ദേശങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. എൻ്റെ വീട് തൃശ്ശൂരാണെങ്കിലും കുന്നംകുളത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അങ്കിൾ ത്രൂ ആണ് ഞങ്ങൾ ഈ ഏരിയയിലേക്ക് എല്ലാം വരാൻ കാരണമായത്. എങ്കിൽ പോലും സേവനങ്ങളെ പറ്റി ഒരു വാക്ക് പോലും കുറച്ച് പറയാനായിട്ട് പറ്റില്ല. ബിക്കോസ് നമ്മളവിടെ ഒരു ഓർഫനേജ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ എല്ലാ കുടുംബങ്ങളും അങ്കിളുമായിട്ട് ഒരു നല്ല ഒരു ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ബിക്കോസ് അങ്കിൾ എപ്പോഴും ഒരു പ്ലസന്റ് ഫേസോടെ ആർക്കും ഒരു മുഖത്ത് നോക്കിയാൽ പോലും ഒരിക്കലും ഒരു സന്തോഷക്കുറവ് ഒരു പ്രാവശ്യം പോലും കാണിച്ചിട്ടില്ല. എത്രയെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും ആരോടും പറയാതെ അതെല്ലാം ഉൾക്കൊണ്ട് നടന്നെങ്കിലും എപ്പോഴും മറ്റുള്ളവരോട് പറയുമ്പം സുഖമായിരിക്കണോ സിസ്റ്ററെ എന്ത് പറയണു, നമ്മളെ പറ്റി അന്വേഷിക്കുകയും നമുക്ക് എന്ത് സഹായം വേണമെന്ന് നോക്കുകയും നമ്മൾക്ക് എന്ത് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒരു അപ്പന്റെ സ്ഥാനത്ത് ഒരു ബ്രദറിന്റെ സ്ഥാനത്ത് എപ്പോഴും നമ്മളെ കരുതലോടെ വാത്സല്യത്തോടെ നോക്കുന്ന ഒരു അനുഭവമാണ്. ചർച്ചിലിരുന്നാണെങ്കിലും എല്ലാവരും ഈ സൈബരങ്ങളുടെ ഇവിടേക്ക് ഒത്തിരി പേർക്ക് വരണം എന്ന് ആഗ്രഹം പെട്ടെന്നായത് കാരണം അവരെല്ലാം ഈ ഒരു സാക്ഷ്യമാണ് പറഞ്ഞത്. സോ എല്ലാവരുടെയും ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ ഞാൻ ഈ സമയത്ത് അത് പറയാതിരുന്നാൽ അത് ഒത്തിരി കുറവായി പോകും. അതുകൊണ്ട് അങ്കിളിന്റെ ആ ഒരു ജീവിതം അവരുടെ ഫാമിലി ആണെങ്കിലും ആൻറ്റി ആണെങ്കിലും നമ്മളിപ്പോൾ ഒത്തിരി തിരക്കിട്ട് മുന്നേറുമ്പം അങ്കിള് തൃശ്ശൂർ സ്റ്റൈലിലെ കാളൻ എന്ത് കറി വേണമെങ്കിലും ഉടനെ അവിടുന്ന് ഫാമിലി ആയിട്ട് അവർ ഉണ്ടാക്കി കൊണ്ടുവരികയും അതെല്ലാം എനിക്ക് ഒരിക്കലും ബിക്കോസ് ഞങ്ങളുടെ ആ തിരക്കിനിടയ്ക്ക് ഇതെല്ലാം ഭയങ്കര ഒരു ആശ്വാസമായിട്ടുണ്ട്. ഞങ്ങളുടെ ഹോമിലെ കുഞ്ഞുങ്ങൾക്ക് ആൾക്കാർ മാങ്ങ എല്ലാം സ്പോൺസർ ചെയ്യും. ഒരു മരം അങ്ങ് എടുത്തോണ്ട് പോയി കാണാൻ പറയും. 4-5 എന്താ പറയുന്നത് സാക്ക് ഓഫ് മാങ്ങ കാണും. അങ്കിളിനെ കൊണ്ട് കൊടുത്താൽ മതി. അത് അങ്കിൾ ഒരു പ്രതിഫലം പോലും ഇച്ഛിക്കാതെ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള അച്ചാറും എന്തെല്ലാം വേണോ അതെല്ലാം സന്തോഷത്തോടെ എന്തായി സമയങ്ങളിൽ എത്ര രൂപയൊന്നും അതൊന്നും പറയാതെ തന്നെ വളരെ സ്വമനസ്സോടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ എപ്പോഴും സൽപ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സേവനങ്ങളുടെ സാക്ഷ്യം അപ്പം ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ ഇങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയാണ്, എൻ്റെ ഏരിയയിൽ ഞാൻ ഇങ്ങനെയാണ് ഇരുന്നത്, പക്ഷെ ഞാൻ യേശുവിനെ അറിഞ്ഞ് ആ ഒരു വ്യത്യാസം വന്നത് എൻ്റെ ദേശത്തെ ആൾക്കാർക്ക് അത്രമാത്രം അറിയത്തില്ലായിരിക്കാം, പക്ഷെ ഞാൻ അത്രയും ശക്തിയോടെ തന്നെ ഞാൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കണം എന്നുള്ള ആ ഒരു അനുഭവത്തിൽ തന്നെയാണ് വളരെ ആ ഒരു അനുഭവത്തിൽ തന്നെ ജീവിക്കുവാനിടയായി തീർന്ന അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയ്ക്കാണെങ്കിലും ചർച്ചിന്റെ ഇടയ്ക്കാണെങ്കിലും വളരെ സമാധാനത്തോടും സന്തോഷത്തോടും എല്ലാവരോടും കൂടെ അങ്ങനെ ഒരു അനുഭവത്തിലുണ്ടായിരുന്നു. ചർച്ചിലാണെങ്കിലും ഞങ്ങളുടെ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം അങ്കിൾ സൈൻ ചെയ്താലേ ഞങ്ങൾക്ക് എല്ലാം എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനൊന്നും ഒരു തടസ്സം പറയാതെ എന്ത് നല്ല കാര്യമാണെങ്കിലും അതിനെല്ലാം ഓക്കെ പറഞ്ഞ് അങ്ങനെ മുന്നേറുന്ന ഒരു കുടുംബമായിരുന്നു. ഞങ്ങൾക്ക് വളരെ ഒരു ലോസാണ് അങ്കിൾ പോയത്. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവിടുത്തെ മരണം എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു സ്റ്റേറ്റ് ഞങ്ങൾ അത്രയും മാത്രമേ വിശ്വസിക്കുള്ളൂ. അങ്കിൾ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്. അങ്കിളിന്റെ അടുത്തേക്ക് എവിടുന്ന് വന്നോ ആ സ്ഥാനത്തേക്ക് അങ്കിൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ സന്തോഷം നമ്മളെല്ലാം ഇവിടെ കഷ്ടത അനുഭവിക്കുമ്പോൾ അങ്കിൾ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ ആ അനുഭവത്തിൽ ആയിരിക്കുന്നു എന്നുള്ള ആ ഒരു പ്രത്യാശയും സന്തോഷവും മാത്രമേ ഉള്ളത്തിലുള്ളൂ. കുടുംബത്തിന്റെ മേലും ആ ഒരു ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ ദൈവം അവരെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. With all the blessings, I conclude my words. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ചെന്നൈ നാട്ടിലോട്ട് പോയിരുന്നു. അതിന് മുന്നത്തെ ഞായറാഴ്ച കൂടി സമിച്ചാൻ ഞങ്ങൾ കണ്ടതാണ്. എല്ലാ ഞായറാഴ്ചയും സഭായോഗം കഴിഞ്ഞ് സമിച്ചാൻ ക്ഷയിക്കാനിതലും എല്ലാവരോടും ചോദിക്കും എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് വിശേഷം, അങ്ങനത്തെ ഒരാളായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച കൂടി ക്ഷയിക്കാൻ നമ്മൾ ചോദിച്ചു എങ്ങനെ എന്തൊക്കെയാണ് വിശേഷം. ഞാൻ ചോദിച്ചാൽ സമിച്ചാൻ നാട്ടിൽ പോകുന്നില്ലേ? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇളയ മരുമോടെ പ്രസവം കഴിഞ്ഞ് ഇപ്പം നാട്ടിൽ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾ 18 നാട്ടിൽ പോകും. ഓക്കെ ശരി എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അച്ഛനെ കാണാൻ പറ്റത്തില്ലെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എപ്പോൾ കണ്ടാലും ചിരിച്ചോണ്ട് സിസ്റ്റർ പറഞ്ഞാൽ എപ്പോൾ കണ്ടാലും ഇങ്ങനെ ചിരിച്ചോണ്ട് നല്ലൊരു ഒരു ഹാപ്പി ഫേസ് ആയിരുന്നു. എപ്പോഴും എല്ലാവരെയും അന്വേഷണം ചോദിക്കുകയൊക്കെ ചെയ്യും.
വചനം പറയുന്ന പോലെ 2 കൊരിന്ത്യർ 5:8-9 പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്നത് ടു ബി ആബ്സെന്റ് ഫ്രം ദ ബോഡി ഈസ് ടു ബി പ്രസന്റ് വിത്ത് ദ ലോർഡ്. ഐ ബിലീവ് നമ്മുടെ സൈമൺ ചാൻ അദ്ദേഹത്തിന്റെ ശരീരം ഇവിടെ കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മാവ് കർത്താവിൽ കൂടെ സ്വർഗത്തിലുണ്ട്. ഒരു ദിവസം നമ്മൾ അദ്ദേഹത്തെ കാണും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദീർഘനാളുകൾ ഈ ലോകത്തിൽ യാത്ര ചെയ്യുവാൻ പ്രിയപ്പെട്ടവന് സ്വർഗത്തിലെ ദൈവം അവസരം നൽകി. തൻ്റെ സമയമായപ്പോൾ തന്നെ നിത്യതയിലേക്ക് ചേർക്കുവാൻ സ്വർഗത്തിന് ഹിതമായി. ദൈവത്തിൻ്റെ വചനമാണ് നമുക്കെന്നും ആശ്വാസം പകരുന്നത്. പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളും താൻ കഴിഞ്ഞ നാളുകളിലായിരുന്ന സാഹചര്യങ്ങളും പ്രിയപ്പെട്ടവര് പലരും ഇവിടെ പങ്കുവയ്ക്കാനായിട്ടിടയായി. ഒരു ഭക്തന്റെ മരണത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന പ്രസംഗങ്ങളോ പാട്ടുകളോ ദൈവവചന ചിന്തകളോ ഒന്നും പ്രിയ സൈമേട്ടനുള്ളതല്ല. കാരണം താൻ തനിക്ക് വേണ്ടതെല്ലാം ചെയ്ത് ഇവിടുന്ന് കടന്നുപോയി. ഇനി തനിക്ക് വേണ്ടി നാം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം താൻ ഒരു വലിയ സത്യത്തെ പിന്തുടരാൻ തന്റെ മകന് ദൈവം കൃപ കൊടുത്തു. ദൈവത്തിന്റെ വചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്ത്രീ പ്രസവിച്ച പുരുഷൻ കഷ്ടസമ്പൂർണനാണ്. കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെയാണ് നാം ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ യാത്ര ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നാം ഒക്കെ ഈ അനുഭവത്തിലൂടെ ഇവിടെ നിന്ന് കടന്നു പോകേണ്ടവരാണ്. പക്ഷെ കടന്നു പോകുന്നതിന് മുമ്പ് നാം വളരെ ആത്മാർത്ഥതയോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് ഞാൻ ഈ ലോകത്തിലെ യാത്ര അവസാനിപ്പിച്ച് ഞാൻ പോയാൽ ഞാൻ എവിടെ എത്തുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 90-ാം സങ്കീർത്തനത്തിൽ മോശ തന്റെ സഹോദരന്റെ മരണസമയത്ത് പാടിയ ഗീതത്തിൽ മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. അത് വളരെ ചുരുക്കമാണെന്നൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്, ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ മരണമില്ലാത്തവനായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. പാപം മനുഷ്യനിൽ പ്രവേശിച്ചപ്പോഴാണ് മരണമുണ്ടായത്. 969 വയസ്സ് വരെ ജീവിച്ച മധുശലേഖം മുതൽ നാം ഇങ്ങോട്ട് നോക്കിയാൽ മരണത്തിന്റെ ദൈർഘ്യം പിന്നെ കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാം. 500 വയസ്സ് ജീവിച്ചവരും അങ്ങനെ പുറകിലേക്ക് വന്നു കഴിയുമ്പോൾ 90-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ മോശ പറയുന്നുണ്ട് മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച്, അത് വളരെ ചുരുക്കമാണ്. 70 ഏറെയായാൽ അത്രയൊക്കെ പോകുള്ളൂ, അതിലും കൂടുതലൊന്നും പോകുന്നില്ല. വീണ്ടും സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട് മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച്, അത് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണെന്ന് പറയുന്നത്. വീണ്ടും പിന്നെയും പറയുന്നു അത് 4 വിരൽ നീളം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. 90-ാം സങ്കീർത്തനത്തിൽ മോശ പാടുന്ന ആ പാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പൊ ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ മോശ പറഞ്ഞ കാലഘട്ടം അനുസരിച്ചാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഇനി ഏകദേശം ചിലപ്പോ ഒരു 10,000 ദിവസം പോലും ഈ ഭൂമിയിൽ നമുക്ക് ആയുസ് ലഭിക്കണമെന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ നാം ഒക്കെ ഇവിടുന്ന് പോകേണ്ടവരാണ്. പക്ഷേ വളരെ ചിന്തിക്കേണ്ട കാര്യം, ഇന്നൊരു പക്ഷേ ഞാൻ ഈ ലോകം വിട്ട് ഇവിടുന്ന് പോയാൽ എൻ്റെ നിത്യത ഞാൻ എവിടെ ചിലവഴിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. പ്രിയ സൈമേട്ടനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം കൃപ പകർന്നു. കാരണം ഒരു ഭാഗ്യകരമായ
അവസ്ഥയിലാണ് തന്റെ മകനായിരിക്കുന്നത്. ഭക്തനായ തന്റെ മകനെ നമുക്ക് ഓർക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. കാരണം തന്റെ ഓട്ടം തികച്ച്, തന്റെ യാത്ര തികച്ച്, താൻ നിത്യതയുടെ തീരത്തേക്ക് തനിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന കൈപ്പണിയല്ലാത്ത നിത്യഭവനത്തിലേക്ക് കടന്നു പോകുവാൻ ഇന്നലെ തന്റെ മകന് ദൈവം കൃപ കൊടുത്തു. നമുക്ക് വേർപാടെന്നും ദുഃഖം ഉളവാക്കുന്നതാണ്, നമ്മുടെ മനസ്സിൽ വേദന ഉളവാക്കുന്നതാണ്. എങ്കിലും 1-2 വാക്യങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ എന്റെ ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 39-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന 2 വാക്യങ്ങൾ ഒന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 39-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. അടുത്ത വാക്യം ഇങ്ങനെ: ഇതാ, നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്ത പോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. അപ്പൊ നോക്കുക, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ നാളുകൾ എത്ര ദിവസം എനിക്ക് ഈ ഭൂമിയിൽ ഓടാൻ കഴിയുമെന്ന് ഉറപ്പില്ല. ഇന്ന് പ്രസംഗിക്കുന്ന എനിക്ക് പോലും അടുത്ത സെക്കൻഡ് എനിക്കുള്ളതാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം നമ്മുടെ നാളുകൾ എണ്ണാൻ നാം തയ്യാറാകണം. ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാം ഇവിടുന്ന് നാം കടന്നു പോകേണ്ട ആളുകളാണ്. വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം നമുക്ക് വളരെ ഉറപ്പ് തരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കൂടാരമായ നമ്മുടെ ഭൗമ്യ ഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം സ്വർഗത്തിൽ നമുക്കുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കാരണം പ്രിയപ്പെട്ടവൻ തന്റെ ഈ കൂട് വിട്ട്, ഈ നാട് വിട്ട് തനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയുടെ തീരത്തേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായി. എന്തൊരു പക്ഷേ ജീവിതത്തിൽ ഒരു ഉറപ്പ്, ഇന്നൊരു പക്ഷെ ഞാൻ മരിച്ചാൽ നിത്യതയുടെ തീരം പോകാൻ എനിക്ക് കഴിയില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി ഓർപ്പിക്കട്ടെ: നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ദൈവത്തിന് പ്രയോജനമുള്ള, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശുദ്ധന് നിത്യതയുടെ തീരം പോകുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവൻ പ്രാപിച്ച, പ്രിയപ്പെട്ടവൻ തിരഞ്ഞെടുത്ത ആ നല്ല അനുഭവത്തിലേക്ക് ഇതുവരെ ആ സത്യം മനസ്സിലാക്കാത്ത, ആ സന്തോഷം പ്രാപിക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെ, ആ നല്ല അനുഭവത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നാമും ഇവിടുന്ന് പോകണം. ഒരു ഉറപ്പോടെ, ഒരു തീരുമാനത്തോടെ എന്റെ നിത്യത ഞാൻ എങ്ങനെ ചെലവഴിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പോടെ യാത്ര ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അവർക്ക് ആശ്വാസം ദൈവം പ്രദാനം ചെയ്യട്ടെ. അവരെ ദൈവം നടത്തട്ടെ. എന്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന കുന്നംകുളം കുറുക്കൻപാറ ശാലോം ഫെലോഷിപ്പ് ചർച്ചിന്റെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. മാമിയുലകിൽ കാൺമതുമായ വൻമഹിമാതനം സുഖങ്ങൾ സകലതുമായ ഇന്നു നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. കർത്താവിന്റെ ദാസന്റെ വേർപാടോടനുബന്ധിച്ച് ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന മക്കളെ, മരുമക്കളെ, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാനാണല്ലോ ഈ ദൈവ ശുശ്രൂഷകളിലൂടെ നടത്തുന്നത്. സ്വർഗത്തിലെ ദൈവം സർവാശ്വാസങ്ങൾ നൽകി ഇവരാശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മരണം യാഥാർത്ഥ്യമാണ്. എന്നാൽ അതുപോലെ തന്നെ മരണാനന്തര ജീവിതവും യാഥാർത്ഥ്യമാണ്. ലോക ജീവിതം ക്ഷണികമാണ്. എന്നാൽ ആത്മാവ് അനശ്വരമാണ്. സ്വർഗ നരകങ്ങൾ യാഥാർത്ഥ്യമാണ്. മനുഷ്യനെ ന്യായവിധി തീർച്ചയാണ്. നീതിമാനായ ദൈവം
പാപിയെ ന്യായം വിധിച്ച് നിത്യനരകത്തിലേക്ക് തള്ളുമ്പോൾ, എന്നാൽ ഒരു ദൈവവേദനയെ സംബന്ധിച്ചുള്ള പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ദീർഘനാൾ താമസിക്കുവാൻ പാർക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. നാം വിശ്വസിച്ചാലും ഇല്ലായെങ്കിലും സ്വർഗം ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന് അറിയുന്നു. സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്നും ഒരു കുടിലുണ്ട് എന്നും ഒരു കുടുംബമുണ്ട് എന്നും വിശ്വസിക്കുവാൻ ദൈവമക്കൾക്ക് നൽകിയ വലിയ പദവിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാ മനുഷ്യരും ഒരു 3 കുടുംബത്തിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ യാഥാർത്ഥ്യമായി നിലകൊള്ളുന്ന ഒരു സത്യമാണ്. ആദ്യമായി നമ്മൾ ജീവിക്കുന്നത് ഈ ഭൂമിയിൽ അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. അവിടെ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും എല്ലാ വ്യക്തികളും ജീവിക്കുവാൻ ഒരു നിശ്ചിത സമയം സ്വർഗത്തിലെ ദൈവം അവിടെ നൽകിയിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞാൽ എത്ര സ്നേഹിക്കുന്ന വാത്സല്യ മാതാവാണ് എങ്കിലും അപൈതലിനെ മറ്റൊരു ഭവനത്തിലേക്ക് യാത്രയാക്കുവാൻ ഈ ഭൂമിയിലേക്ക് നൽകുവാനിടയായിത്തീരും. ആ ഒന്നാമത്തെ ഭവനം നമുക്ക് ശാശ്വതമല്ല, അമ്മയുടെ ഉദരം നമുക്ക് ശാശ്വതമല്ല. എന്നാൽ രണ്ടാമത്തെ ഭവനമായിരിക്കുന്ന കൈപ്പിണയായിരിക്കുന്ന ഈ ഭവനത്തിലാണ് നമ്മൾ പിന്നീടുള്ള കാലഘട്ടങ്ങളെല്ലാം താമസിച്ചത്. ഈ 64 വയസ്സ് വരെ സഭ്യംബ്രതിനെ ഈ ഭവനത്തിൽ താമസിക്കുവാൻ ദൈവം അവിടുന്ന് ഭാഗ്യം കൊടുത്തു. ഈ രണ്ടാമത്തെ ഭവനവും ശാശ്വതമല്ല. സ്വല്പസമയങ്ങൾ, ഒരു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഈ ശരീരം മൂന്നാമത്തെ ഭൂമിയിലെ പാർപ്പിടത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഒന്നാമത്തെ ഭവനം ശാശ്വതമല്ല, രണ്ടാമത്തെ ഭവനവും ശാശ്വതമല്ല എന്ന് വിളിച്ചറിയിക്കുകയാണ്. എന്നാൽ മൂന്നാമത്തെ ഭവനമാണ് കല്ലറയാകുന്ന ഭവനം. ആ ഭവനത്തിൽ താമസിക്കേണ്ടത് എത്ര കാലമാണ് എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. കർത്താവിന്റെ കാഹളനാദം കേൾക്കുന്നത് വരെ മാത്രമേ ആ ഭവനത്തിൽ താമസിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ വീട് ശാശ്വതമല്ല, രണ്ടാമത്തെ വീടും ശാശ്വതമല്ല, മൂന്നാമത്തെ വീടും ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ ശാശ്വതമല്ല. എന്നാൽ നാലാമതൊരു വീടുണ്ട്. അത് പ്രത്യാശയുടെ ഭവനമായിരിക്കുന്ന സ്വർഗീയ ഭവനമാണ്. ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പോകുവാൻ ആരും പറയുകയില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും കർത്താവായ യേശു ക്രിസ്തു മരിച്ച് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റതുപോലെ വാത്സല്യപ്രദം കർത്താവിനെ എതിരേൽപ്പാൻ വാനമേഖലയിൽ എടുക്കപ്പെടുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ ഈ വാത്സല്യ സഹോദരനെ നമുക്ക് യാത്രയാക്കാം. ഈ വചനങ്ങൾ നമുക്ക് പ്രത്യാശയും നൽകുന്ന വചനങ്ങളാണെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. കൈവിടാത്തവനായ ഉപേക്ഷിക്കാത്തവനായ കർത്താവ് തുടർന്നും അവിടുന്ന് പരിപാലിക്കട്ടെ. എല്ലാ ആശ്വാസവും ഈ ഭവനത്തിലുള്ള മേൽ ദൈവം പോരട്ടെ. തൃശ്ശൂർ ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ എല്ലാവിധ അനിശ്ചോചനങ്ങളെ രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൈമൻ സഹോദരനെ 2-3 വർഷം മുൻപാണ് സഭയിലേക്ക് കടന്നു വന്നപ്പോൾ പരിചയപ്പെടുവാനായിട്ടിടയായിത്തീർന്നത്. ഈ സഹോദരനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്, ചെന്നൈയിൽ നിന്ന് കടന്നു വരുമ്പോൾ പലപ്പോഴും മറ്റുള്ളവർ അയച്ചോട്ടത്തിന് 1-ാം ദിവസം ദൈവപരമായിട്ടുള്ള കൂട്ടായ്മ ഇതിൽ കടന്നു വന്നിരിക്കുന്ന ആരൊന്നും അറിയാനൊന്നും പോകുന്നില്ല. പക്ഷേ പ്രിയ സഹോദര കുടുംബവും വളരെ താല്പര്യത്തോടെ ദൈവങ്ങളുമായിട്ട് അയച്ചോട്ടത്തിന് 1-ാം ദിവസം ആരാധിക്കണമെന്ന് വളരെ താല്പര്യം എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലോകം ശരിയാണെങ്കിൽ 2 ആഴ്ച മുൻപ് 3 ഞായറാഴ്ച അടുപ്പിച്ച് ഒരു കുടുംബമായിട്ട് ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും നേരത്തെ പ്രിയ സഹോദരി ഓർപ്പിച്ചതുപോലെ പ്രിയ സയൻസോറായിട്ട് കൈകൊടുത്ത് സംസാരിക്കുമ്പോൾ തുറന്ന ഒരു ചിരിയോട് കൂടിയാണ് ആളുകൾ ക്ഷേക്കേറ്റ് തന്ന് സംസാരിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. പ്രിയ കർത്തദാസൻ
ഇന്നലെ വിളിച്ച് എന്നോട് ഈ കാര്യം ഓർമ്മിച്ചപ്പോൾ വസ്തുത്തിൽ അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാത്തൊരവസ്ഥ എനിക്ക് ഉണ്ടാകുമെന്ന് കുറവിടയായി തീർന്നു. പ്രിയ സൈന്യസഭയോടുള്ള ബന്ധത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പ്രിയദാസനോട് ചോദിച്ചു, എന്തെങ്കിലും വല്ല അസുഖമോ എന്തെങ്കിലും കാര്യം പ്രിയ സൈന്യസഭയിൽ ഉണ്ടായിരുന്നോ ഒന്ന് ചോദിക്കുവാനായിട്ടിടയായി തീർന്നു. ഇല്ല എന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. ആ നിമിഷം ഞാൻ കുടുംബത്തെ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കുവാനായിട്ടിടയായി തീർന്നു. ദൈവാനുസരണത്തോടെ ശരീരം കുടുംബമായിട്ട് വരെ കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. പ്രിയ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരി, മക്കള് അവർ കൊടുത്ത ഭാര്യമാര്, മക്കള്, അതുപോലെ പ്രിയ സമിസവരുടെ സഹോദരിമാരുണ്ട്, സഹോദരന്മാര്, എല്ലാവർക്കും വലുതായ ദൈവം ആശ്വാസവും സമാധാനവും തെരുമാറാകട്ടെ. ചൊവ്വനൂർ ദൈവസഭയുടെ പേരിലുള്ള അനുശോചനം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കും. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ പാസ്റ്റർ ഡേവിസ്, അതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ ചേർക്കപ്പെട്ട പ്രിയ സൈമൻ ചായന്റെ ഉച്ച സുഹൃത്തുമായിരുന്ന പ്രിയ ദേവദാസനായി ഞാൻ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ സദസ്സിൽ പ്രതിഷ്ഠികളായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തദാസന്മാർ, അവിടെ ഇവിടെയായി ഈ സ്ഥലപരിധി നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ ഇവിടെയായി നിൽക്കുന്നതായ ശ്രേഷ്ഠന്മാരായ കർത്തദാസന്മാർ, അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഗാനം ആലപിക്കുന്ന മ്യൂസിക് ടീം, എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രത്യേകമാകുന്ന സാഹചര്യം ഒരിക്കലും നമ്മളാരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ഈ പ്രിയ ഭവനത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചതിന് ശേഷം കർത്താവിന്റെ വചനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. ദയവായിട്ട് സഹോദരന്മാർ, എനിക്കറിയാം നിങ്ങൾക്ക് വളരെ വേദനയുള്ള സമയമാണ്. നിങ്ങളുടെ സഹോദരൻ നിങ്ങളിൽ നിന്ന് വേർപെട്ടതിൻ്റെതായ വേദനയിലാണ്, എനിക്ക് നന്നായിട്ടറിയാം. ചില മിനിറ്റുകൾ ഞങ്ങളോട് ചേർന്ന് സഹകരിക്കണം എന്ന് ഞാൻ കർത്താവിന്റെ സ്നേഹത്തിൽ നിങ്ങളോട് ഓർപ്പിക്കുക. നിങ്ങൾ കസേരയുള്ളവർ ദയവായിട്ട് അവിടെ ഇരിക്കണം. ചില മിനിറ്റുകൾ കൊണ്ട് ഈ ശുശ്രൂഷ ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കും. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയ സൈമൻ ചായന്റെ മാതാവ്, ഏക സഹോദരൻ തമ്പി ബ്രദർ, കുടുംബം, സഹോദരിമാർ, എല്ലാവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. എനിക്കറിയാം നിങ്ങളെ പോലെ തന്നെ വളരെ വേദനയിലാണ് ഞങ്ങളെല്ലാവരും. ദയവായിട്ട് ശുശ്രൂഷ നടക്കുന്ന സംസ്കാര ശുശ്രൂഷയാണ്. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുക. കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിയോടുകൂടി പ്രിയ ഷിനു പപ്പ പോയി എന്നുള്ളതായ വാർത്ത എന്നോട് വിളിച്ചു പറയുമ്പോൾ ഒരു ഷോക്കേറ്റ് ഞാനും അങ്ങനെ കസേരയിൽ അങ്ങനെ ഇരുന്നു പോയി. ഞാൻ ഈ പ്രിയ ഭവനത്തിൽ ഇതിനു മുമ്പ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 2 പ്രാവശ്യവും ഷിനുവിൻ്റെയും വിനുവിൻ്റെയും വിവാഹത്തിനാണ് ഞാൻ അവരെ പ്രാർത്ഥിച്ച് ഇറക്കുവാനാണ് ഈ ഭവനത്തിൽ വന്നിട്ടുള്ളത്. എന്നാൽ പിന്നീട് 3ാമത്തെ ഒരു വരവ് സൈമൻ ചായന്റെ യാത്രയപ്പാണ് എന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് തികച്ചും മനസ്സുകൊണ്ട് ഇതുവരെ അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു വേർപാടാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾ അംഗീകരിച്ചേ മതിയാകുള്ളൂ. മരണം യാഥാർത്ഥികമാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കഴിഞ്ഞ ഞായറാഴ്ചയും ഏറെ നേരം എന്നോടുകൂടെ സമയം ചെലവഴിച്ച് സഭയുടെ പല കാര്യങ്ങളും, ന്യൂ ഇയർ സർവീസ്, ക്രിസ്തുമസ് സർവീസ്, ഇതൊക്കെ എങ്ങനെ നടത്തണമെന്നുള്ള വിഷയത്തിൽ സഭയുടെ മൂപ്പന്മാരിൽ ഒരുവനായി കൂടെ ഇരുന്ന് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം കാണാം പാസ്റ്റർ എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. എന്നാൽ ഇത്ര വേഗത്തിൽ താൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഒരു രോഗം തൻ്റെ ശരീരത്തിലുണ്ടായിരുന്നോ എന്ന് നമുക്കൊരിക്കലും അറിഞ്ഞിരുന്നില്ല. 64 വയസ്സെന്ന് പറയുന്നത് വലിയൊരു പ്രായമല്ല. പക്ഷെങ്കിൽ എനിക്കൊരു സത്യം മനസ്സിലായത്, താൻ തൻ്റെ ഓട്ടം ഓടി തികച്ചു. തന്നെ ഏൽപ്പിച്ചതായ ദൗത്യം
താൻ നിർവഹിച്ചു. ഞാൻ ഇന്നലെ സഭയിലും ശുശ്രൂഷ നടന്നപ്പോൾ പറയാനിടയായി തീർന്നു. താൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് എത്രത്തോളം ലോകപ്രകാരം ശക്തനായി ലോക ജീവിതത്തിൽ ജീവിച്ചുവോ, അതുപോലെ തന്നെ യേശുവിനെ അറിഞ്ഞ് സത്യം അറിഞ്ഞതിന് ശേഷം അതേ തീഷ്ണതയിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ താൻ തന്നെ സമർപ്പിക്കാനിടയായി. എല്ലാ ദിവസവും രാത്രിയിൽ ഭവനത്തിൽ പ്രാർത്ഥനയും കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ചിരുന്നുള്ളതായ സമയവും കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു വന്നതായ ദുഃഖങ്ങളൊക്കെ മാറ്റിയെടുക്കുന്ന ചില ചുരുക്കം വർഷങ്ങളായിരുന്നു താൻ യേശുവിനെ അറിഞ്ഞതിന് ശേഷമുള്ള തൻ്റെ നാളുകളെന്ന് പറഞ്ഞാൽ. എന്നാൽ ഒരു വലിയ പ്രത്യാശ ദൈവ മക്കൾക്കുള്ളത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. റോമാലേഖനത്തിൽ പൗലോസ് ലേഖ വ്യക്തമായ വിഷയം ഓർപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായി നിങ്ങൾ അവരെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് മുൻപോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, അല്ല ആമേൻ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുക നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അവസാന സമയത്തെ തൻ്റെ യാത്രയപ്പ് ശുശ്രൂഷയ്ക്ക് വാക്കുകൾ പറഞ്ഞ് ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഇവിടെ കയറി വരുവീൻ എന്ന് ഒരു വലിയ ശബ്ദം ഒരു നാൾ മുഴങ്ങും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവ് തനിക്കായി കാത്തിരിക്കുന്ന കറാച്ചുടുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലാത്ത തൻ്റെ വിശുദ്ധ മണവാട്ടിയെ ചേർക്കുവാൻ കർത്താവ് ആകാശ മൈതാനിയിൽ വെളിപ്പെടും. ആ ദിവസം പ്രിയ സൈമൻ ചായൻ രൂപാന്തരം പ്രാപിച്ച തേജസ്സുള്ള ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. എനിക്കൊരു ആ കാര്യം മനസ്സിലായി. താൻ തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. താൻ മരിക്കുന്നതിൻ്റെ തലേ രാത്രി ആരും തന്നെ ഒരുക്കേണ്ടി വന്നില്ല. തന്നെ ഷെയ്വൊക്കെ ചെയ്ത് താനെ ക്രമീകരിക്കപ്പെട്ട രാത്രിയിൽ ആയിത്തീരുന്നു എന്ന് ഞാൻ അറിയുവാനിടയായിട്ടുണ്ട്. മനസ്സുകൊണ്ട് ദൈവാത്മാവ് പ്രിയ സൈമൻ ചാനോട് പറഞ്ഞാണ്, കുഞ്ഞെ, ഒരു രാത്രിയുടെ നിനക്ക് ഈ ലോകത്ത് ജീവിതമുള്ളൂ. നാളെ പ്രഭാതത്തിൽ നീ എൻ്റെ അരികിൽ വരിക. അതുകൊണ്ട് നീ നിന്നെ തന്നെ അങ്ങ് ഒരുക്കിക്കോ എന്ന ദൈവം തൻ്റെ മനസ്സിൽ ഒരു ഉദ്ബോധനം കൊടുത്തു കാണും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ രാത്രിയിൽ തനിക്ക് തന്നെത്താനെ ഒന്ന് ക്രമീകരിക്കപ്പെടേണ്ട ആവശ്യകത എന്തായിരുന്നു എന്ന് എനിക്ക് ചിന്തിപ്പാനിടയായി. ഇന്നലെ രാവിലെ ആ മൃതശരീരത്തിൽ പ്രിയ എൻ്റെ സഹോദരൻ തമ്പിപ്പിടുന്നവരും ഞാനും കൂടെ കൂടി ഷർട്ട് ഇടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഷേവിങ്ങിന്റെ ആവശ്യമില്ലായിരുന്നു, അന്ന് കുളിപ്പിക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. അത്രയ്ക്ക് തന്നെത്താൻ ശുദ്ധീകരിച്ച് തൻ്റെ ശരീരവും തൻ്റെ മനസ്സും എല്ലാം ശുദ്ധീകരണം പ്രാപിച്ച് താൻ ഒരുങ്ങിയിരുന്നു. ഇനി പോരെ എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി എടുക്കപ്പെടുവാൻ താൻ പ്രിപ്പയർ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. ഇന്ന് പകൽ എനിക്കറിയാം, വളരെ ദുഃഖത്തോടു കൂടിയാണ് സഹോദരിമാരും സഹോദരനും മാതാവും കുഞ്ഞുങ്ങളും സിസ്റ്ററും കൊച്ചുമക്കളും സഹോദരങ്ങളൊക്കെ ഇവിടെ ആയിരിക്കുന്നത്. പക്ഷെങ്കിൽ വിശുദ്ധ വചനം എന്താണ് മരണത്തെ പറ്റി പറയുന്നത് എന്ന ചില വാക്കുകൾ കമ്പി വാചകങ്ങൾ പോലെ ഓർപ്പിച്ച് ശുശ്രൂഷയുടെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഭാഗം, അതിൻ്റെ 3-ാം അധ്യായം 20-21 വാക്യം ഞാൻ വായിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് ഞാൻ കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ധന്യനായ പൗലോസ് ലീഗ തൻ്റെ ഐഹിക ജീവിത കാലയളവിൽ ഏറ്റവും കൂടുതൽ ദൈവ വചനത്തിൻ്റെ ആധികാരികതയിൽ വെളിപ്പാട് പ്രാപിച്ച ദൈവഭക്തൻ തനിക്ക് മനസ്സിലായത് ഈ ലോകത്തിലെ പൗരത്വം അത് താൽക്കാലികമെന്നുള്ളതാണ്. റോമൻ പൗരത്വത്തിന് പൗരസ്ത്യ അധികാരം അവകാശമുള്ള മനുഷ്യൻ
റോമൻ പൗരനായിരുന്ന പൗലോസിന് മനസ്സിലായി ഈ റോമ പൗരത്വം കൊണ്ട് വലിയ വിലയൊന്നുമില്ല. എന്നാൽ ഇതിനേക്കാൾ അപ്പുറത്ത് തനിക്ക് പറയാൻ കഴിയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് പൗലോസ് പറയുന്നതായി കാണുവാൻ കഴിയും. പിന്നീട് പൗലോസ് പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇത് വ്യക്തമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ്. അന്നത്തെ റോമൻ ഗവൺമെന്റ് ആ കല്ലറയ്ക്ക് സീൽ ചെയ്തു. പടയാളികളെ കാവൽ നിർത്തി യാതൊരു കാരണവശാലും ക്രിസ്തുവിന്റെ ശരീരം ഈ കല്ലറ വിട്ട് വെളിയിൽ പോകരുതെന്ന് അവർ ആഗ്രഹിച്ചു. എന്നാൽ 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ കല്ലറ തുറക്കപ്പെട്ടു. ക്രിസ്തു കല്ലറ വിട്ട് പുറത്തു വന്നു. അത് തന്നെയാണ് വചനം പറയുന്നത്. തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് എന്ന് പറയുമ്പോൾ മഹത്വമുള്ള ദൈവശക്തിയാണ് നിർജീവമായ ശരീരത്തിലേക്ക് വ്യാപിക്കപ്പെടുന്നത്. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, എത്ര മൃതശരീരമാണെങ്കിലും ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ അത് ജീവൻ പ്രാപിക്കും. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു ചെന്നിട്ട് യേശു പറഞ്ഞ ഒരു സ്വസ്ഥതയുണ്ട്: ലാസറെ പുറത്തു വാ. ലാസറെ പുറത്തു വാ എന്ന് പറയുന്ന ആ ഒരൊറ്റ ശബ്ദത്തിന്റെ മുമ്പിൽ കെട്ടപ്പെട്ടവനായ ലാസർ പോലും കെട്ടഴിയാത്ത അവൻ പുറത്തു വന്നു. ലാസർ പുറത്തു വന്നതിന് ശേഷമാണ് യേശു പറയുന്നത്, നിങ്ങൾ അവന്റെ കെട്ടഴിപ്പീനെന്ന്. അങ്ങനെയെങ്കിൽ എനിക്കൊരു സത്യം മനസ്സിലായി. കെട്ടപ്പെട്ട ലാസറിനെ ആ അവസ്ഥയിൽ തന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളവനായ ഒരു സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തെ മുമ്പിൽ കണ്ടവനായ പൗലോസ്ലീഹ ഇങ്ങനെ പറയുകയാണ്: അവൻ തന്റെ മഹിമ ശക്തിയുടെ വല്ല മഹത്വം കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, താഴ്ചയുള്ള ശരീരം വേദന നിറഞ്ഞ ശരീരമാണ്. പലപ്പോഴും നമ്മൾക്ക് പല ഡോക്ടേഴ്സിനെയും ആശ്രയിക്കത്തക്കവണ്ണം ഈ മൃതശരീരം, എനിക്ക് മുമ്പ് ഓർപ്പിച്ച കൃതദാസൻ ഓർപ്പിച്ചതുപോലെ, പാപം മൂലം നമ്മൾ ഈ മൃതശരീരം പാപത്തിന് അടിമപ്പെട്ടപ്പോൾ ഇത് താഴ്ചയുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ വല്ലഭ ശക്തി കൊണ്ട് ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരമായി ദൈവം രൂപാന്തരപ്പെടുത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട്, പ്രിയ സഹോദരങ്ങളോട് എനിക്ക് ഓർപ്പിക്കുവാൻ കഴിയുന്നത്, നിങ്ങൾക്ക് പ്രിയ സൈമൻ ചാനെ കൊച്ചു കാലം മുതൽ അറിയാം. നിങ്ങളുടെ സഹോദരനാണ്, നിങ്ങളുടെ പ്രിയ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം മകനാണ്. പഴയ സ്വഭാവങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ ചില നാളുകൾക്ക് മുമ്പ് യഥാർത്ഥമായി താൻ യേശുവിനെ അറിഞ്ഞതിന് ശേഷം തൻ്റെ കുടുംബത്തിൽ താൻ എങ്ങനെ ജീവിച്ചു, തൻ്റെ ഭവനത്തിൽ സഹോദരങ്ങളുടെ നടുവിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിന് നിങ്ങൾ സാക്ഷിയുമാണ്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ ഉള്ളത്തിൽ വന്നു. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനൊരു സഭയുടെ പാസ്റ്ററാണ്. അനേക നൂറുകണക്കിന് ദൈവമക്കൾ കടന്നു വരുന്ന ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ എനിക്ക് നല്ല പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയും. ഒരു ഇടയൻ എന്നുള്ള നിലയ്ക്ക് ഓരോ ആടുകളെ നന്നായിട്ട് അറിയാം. ഞാൻ ഇന്നലെ അത് ഓർപ്പിപ്പാനിടയായി. എല്ലാ സഭായോഗവും കഴിയുമ്പോൾ ആദ്യം വന്ന് എനിക്ക് കൈ തന്ന് ചെറിയൊരു പുഞ്ചിരിയോടുകൂടെ, പാസ്റ്ററെ എന്ത് പറയുന്നു, എന്തുണ്ട് വിശേഷമെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. നല്ല മനസ്സിനുടമയായ ആ പ്രിയ സഹോദരൻ, എനിക്ക് നന്നായിട്ടറിയാം തൻ്റെ ജീവിതത്തിൽ ആ രൂപാന്തരം വന്നതിൻ്റെ കാരണം ക്രിസ്തു തന്നെ സ്നേഹിച്ചു, താൻ ക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ള വസ്തുതയായി. അത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ സത്യം വിളിച്ചറിയിക്കുന്നത്, നമുക്ക് ഒരു വഴി ദൈവം തന്നിൽ കൂടി കാണിച്ചു തന്നിരിക്കുക. ആമേൻ. ഈ ലോകത്തിൽ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ഇത് മണ്ണിന് മണ്ണായി, പൂഴിക്ക് പൂഴിയായും നമ്മൾ ഈ മൃതശരീരത്തെ മണ്ണിലേക്ക് അടക്കി ചേർക്കും. എന്നാൽ ഒരിക്കലും മരിക്കാത്തതായ സകല ലോകത്തെക്കാളും വിലയുള്ള തൻ്റെ ആത്മാവ് നിത്യതയിൽ പിതാവിനിരിക്കൽ വിശ്രമിക്കുന്നു. അബ്രഹാമിന്റെ മടിയിൽ അത് വിശ്രമിക്കുക. ഒരു നാൾ ദൈവം തൻ്റെ കാഹള ശബ്ദത്തോട് അവൻ ഇറങ്ങി വരുമ്പോൾ, രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഈ മൃതശരീരമായിരിക്കില്ല നിങ്ങൾ കാണുന്നത്, തേജസ്സുള്ള ശരീരത്തോടു കൂടി പ്രിയ സൈമൻ ചായൻ ഉയർത്തെഴുന്നേൽക്കും.
വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. പ്രൈസ് ദ ലോർഡ്. തന്റെ ജീവിതത്തിൽ താൻ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നിത്യതയുടെ ആമേൻ തുറമുഖത്ത് താൻ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതിന്റെ സത്യത. ഇന്ന് പകൽക്കാലം എനിക്കൊരു ആശ്വാസവാക്ക് പറയുവാനുള്ളത്, യേശു പറഞ്ഞതാണ്, നിങ്ങൾ ആമേൻ ലോക മനുഷ്യരെ പോലെ മുറയിടരുത്, നിലവിളിക്കരുത്. കാരണം നമ്മുടെ പ്രിയ അച്ചായൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു, സത്യമാണ്. പക്ഷെ താൻ എത്തിച്ചേർന്നത് ദൈവത്തിന്റെ മടിയിൽ, വിശ്രമ സ്ഥലത്ത് താൻ എത്തിച്ചേർന്നു. ആകയാൽ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി വീണ്ടും കാണാം എന്നുള്ളതായ ആ വലിയ പ്രത്യാശയോടുകൂടെ നമ്മുടെ ആമേൻ ജീവിതം മുന്നേറുവാനിടയായി തീരട്ടെ. 1 തെസ്സലോനിക്കർ 4:11 വാക്യത്തിൽ അവസാനം വരുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിച്ച നാം രൂപാന്തരം പ്രാപിച്ച് അവനോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ആ ദിവസത്തിൽ സൈമൻ ചായ നമുക്ക് വീണ്ടും കാണാം, കർത്താവിന്റെ വരവെങ്കിൽ തേജസ്സുള്ള ശരീരമായി. ആമേൻ. ദൈവദൂതന്മാരോടൊരുമിച്ച് നിത്യയുഗായുഗം അവനെ ആരാധിക്കുന്ന കോടാനുകോടി വിശുദ്ധന്മാരോട് ചേർന്ന് ആദാം മുതലുള്ളതായ സകല മനുഷ്യരും, പൗലോസും സ്തേഫാനോസും ആമേൻ പത്രോസും യോഹന്നാനും ക്രിസ്തുവിന് വേണ്ടി ജീവൻ അർപ്പിച്ച കോടാനുകോടി വിശുദ്ധന്മാരോട് ചേർന്ന് ആമേൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായിത്തീരുന്ന ഒരു സുപ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുവാൻ പോകുന്നു. ആ ദിവസത്തിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി കാണുവാൻ ഇടയായിത്തീരട്ടെ. ഒരു സത്യം കൂടെ ഞാൻ ഓർപ്പിച്ച എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാം. മരണം ആമേൻ സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. എന്തിനെ കാണിക്കുന്നെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്. എത്ര ധനവാനായാലും എത്ര സമ്പന്നനാണേലും ഈ ലോകം കൊണ്ട് അവസാനിക്കും. എന്നാൽ ഇതിന് അവസാനം നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കുമെന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആമേൻ. നമുക്ക് ഈ സമയത്തൊന്ന് ചിന്തിക്കുവാൻ കഴിയട്ടെ, where I am going to spend my eternity. എന്റെ നിത്യത ഞാൻ എവിടെ ചെലവഴിക്കും? നിത്യ സ്വർഗത്തിലോ നിത്യ നരകത്തിലോ? ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റുപറഞ്ഞ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുഴുകൽ സ്നാനം പ്രാപിച്ച് വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനാണ് നിത്യത എന്ന് പറയുന്നത്. ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ സൈമൻ ചാൻ ദൈവം ഇടയാക്കി തീർത്തു. മറ്റ് നമ്മൾക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ അതൊരു മാതൃകയായി തീരട്ടെ എന്നുള്ളതായ പ്രത്യാശയോട് ഞാൻ എൻ്റെ വാക്കുകളുടെ വിരാമം കുറിക്കുന്നു. ആമേൻ. ന്യൂ ഇന്ത്യ ദൈവസഭ തമിഴ്നാട് റീജിയന്റെ എല്ലാവിധമായ പ്രത്യാശയും ദുഃഖവും ഈ സമയത്ത് ഞങ്ങൾ അർപ്പിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ആമേൻ ആന്റിയെയും വിനു കുടുംബം, ഷിനു കുടുംബം, അവർ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മച്ചി, അതുപോലെ സഹോദരങ്ങൾ എല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നുള്ളതായ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാന ദൈവ ദൂതശബ്ദത്തോടും കർത്താവോതെങ്കിൽ വീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ.
വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തൻ്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമന്നാൾ മണിയറയ്ക്കുള്ളിൽ കടക്കുമന്നാൾ എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാം അവൾക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാം അവൾക്ക് കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിലുറങ്ങിയിടുന്നു ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം ലഭിക്കുമാർ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം ലഭിക്കുമാർ ജീവനോടി ഭൂമി പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ ജീവനോടി ഭൂതലി പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ ഗീതസ്വരത്തോടും ആർപ്പോടും കൂടെ ഗീതസ്വരത്തോടും ആർപ്പോടും കൂടെ വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും തുതീരാ വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും തുതീരാ
കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതർശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതർശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം സ്വർഗയാത്ര ചെയ്യുന്നു സമയം ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണാതെയായി ഓടിടുന്നു എൻ സ്വദേശം ഓടിടുന്നു ആകയൽ നേരം മാത്രം എന്റെ യാത്ര ആകയൽ നേരം മാത്രം എന്റെ യാത്ര യേശുവേ നീ ഞങ്ങൾക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നീ ഞങ്ങൾക്കു സ്തോത്രം നമുക്ക് എല്ലാവർക്കും ഇരിക്കാം സ്തോത്രം 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 കരുണാസമ്പന്നായ സ്വർഗീയ നല്ല പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹമേറിയ കർത്താവേ പ്രത്യാശ നിർഭയമായ കർത്താവെ നല്ല സമയത്തിനായി ഞങ്ങൾ തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നവർക്കാൽ കർത്താവെ പ്രിയ സഹോദരൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധം കർത്താവ് ഞങ്ങൾക്ക് തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച കേൾക്കാൻ നിന്നോട് സ്തോത്രം ചെയ്യുന്നു. എന്നിരുന്നാലും കർത്താവ് ഞങ്ങളുടെ വചനത്തിലുള്ള ആ പ്രത്യാശയുടെ നല്ല വചനങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് ഓർക്കുവാനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതാണ് സ്തോത്രം. കർത്താവ് ഇതുവരെയും ശുശ്രൂഷകളിലൊക്കെ കർത്താവ് അനുകൂലമായി കർത്താവ് നടത്തി തന്നു. തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് കർത്താവ് കാലാവസ്ഥകളൊക്കെ അനുകൂലമാക്കി തന്നു. കർത്താവെ തുടർന്നുള്ള ശുശ്രൂഷകളും ഏറ്റവും അനുകൂലമായി നടപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണം. അങ്ങനെ വൃത്തിന്മാരെ തെക്കേൽപ്പിക്കുന്ന ആഘോഷിന്റെ കർത്താവെ അനുകൂലമായ രീതിയിൽ കർത്താവ് ശുശ്രൂഷ പിന്നെയും ചെയ്തെടുപ്പാൻ തക്കവണ്ണം വരുന്ന എല്ലാ കൃപകളും കർത്താവ് നൽകുമാറാകുന്ന പ്രാർത്ഥിക്കുന്നു. എല്ലാം ചന്തുചിതമായി ചെയ്തിരുന്ന കൃപക്കായ സ്തോത്രം ഉൾബോധം കർത്താവ് എടുക്കണം. കർത്താവെ എല്ലാ കർത്താവെ ബന്ധുമിത്രാദികളെ പ്രിയവർത്താവ് ദാസയെ മക്കളെല്ലാം തെക്കേൽപ്പിക്കുന്നു. ആശ്വാസവും സമാധാനം കർത്താവ് നൽകി അവരെ കർത്താവ് സൂക്ഷിക്കുമാറാകണം. എല്ലാം ഇടവരുന്ന യേശു ക്രിസ്തു നാമത്തിൽ ഏറ്റവും നാം ഉപേക്ഷിക്കുമ്പോൾ കൃപ നിൽക്കുന്ന സ്വർഗീയ നല്ല പിതാവേ. ഒരു വേദഭാഗം മാത്രം വായിച്ച് ഞങ്ങളുടെ വാക്കുകൾ വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യസഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവരെല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ എഴുന്നേൽപ്പിക്കും. നമ്മുടെ വാത്സല്യ സഹോദരൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുകയും കഴിഞ്ഞ നാളുകളിലെല്ലാം ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്തതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, മരണം മനുഷ്യൻ മൂലം ഈ ലോകത്തിലേക്ക് വന്നതുപോലെ തന്നെ മരിച്ചവരുടെ ഉയർപ്പും മനുഷ്യൻ മൂലമുള്ളായി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തുകൊണ്ട് ഉയർപ്പ് യാഥാർത്ഥ്യമാണെന്ന് കർത്താവ് തെളിയിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൽ നിദ്രകൊണ്ടിരിക്കുന്നവരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരു വലിയ പ്രത്യാശയാണ് ദൈവമക്കളായ നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്
തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ മരിച്ചവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. ക്രിസ്തു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം അറിയുകയും വിശ്വസിക്കുകയും ചെയ്തതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ദൈവവചന പ്രകാരം ജീവിച്ച നമ്മുടെ വാത്സല്യ പിതാവ് നിത്യതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിനോടുകൂടെ സദാകാലം വസിക്കേണ്ടതിനെ കടന്നു വരുമെന്ന് നാം വിശ്വസിക്കുന്നു. ആ പ്രത്യാശയുള്ളവരെല്ലാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് നിർമ്മലനായി ജീവിച്ചതുപോലെ ജീവിക്കണമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്നാണ് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആ വചനം കണ്ടെത്തുവാൻ, അറിയുവാൻ, അനുസരിപ്പാൻ, അനുഗമിപ്പാൻ പ്രിയ പിതാവിന് കൊടുത്ത ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താൻ നമുക്ക് കാണിച്ചു തന്ന ആ നല്ല മാതൃകയിലൂടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി തരട്ടെ. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു, അത് ഉറക്കം പോലെ എന്നാണ്. അതെ, ആർക്കും ഒരു ഭാരമില്ലാത്ത രീതിയിൽ താൻ നമ്മെ വിട്ട് കടന്നുപോയി. പെട്ടെന്നുള്ള തൻ്റെ വിയോഗം നമുക്ക് ദുഃഖവും ഭാരവും ഉളവാക്കുന്നുവെങ്കിൽ പ്രത്യാശയോടുകൂടി തുടർന്നുള്ള നാളുകൾ ജീവിപ്പാൻ ദൈവമായ കർത്താവ് എല്ലാവർക്കും ഭാഗ്യം നൽകി തരട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രത്യാശയുടെ ചില വാക്യങ്ങൾ മാത്രം വായിപ്പിച്ച് ഞാൻ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളായ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ ഈ വചനങ്ങൾ കേൾക്കണം. കാരണം പ്രസംഗിക്കാനുള്ള നേരം നമുക്കില്ല, അതിനുള്ള സാഹചര്യമല്ല. എന്നോട് കൂടെ കർത്തൃവേലയിലായിരിക്കുന്ന ദൈവദാസന്മാർ നിങ്ങളെ ചില വചനങ്ങൾ വായിച്ച് സഹായിക്കണമേ എന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 25 മുതൽ ചില വാക്യങ്ങൾ താഴോട്ട് നമുക്ക് വായിക്കാം. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുന്നുവെന്നോ ഏതുവിധം ശരീരത്തോടുകൂടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിനെ അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. അടുത്ത വാക്യം. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദം ഉണ്ടല്ലോ. ശ്രദ്ധിച്ചേ, വിശുദ്ധ വചനം വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗമാണ്. ആമേൻ. സ്വർഗീയന്റെ തേജസ് വേറെ എന്ന് പറയുമ്പോൾ ഒരൊറ്റ പദം മതി. നമ്മുടെ ആയുഷ്കാലത്ത് നമ്മൾ എന്തിന് ജീവിക്കുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മളിൽ കണ്ടെത്താം. ആമേൻ. ഒരു സ്വർഗീയന്റെ തേജസ് വേറെ, എനിക്ക് ആ തേജസ് പ്രാപിക്കുവാൻ കഴിയുമോ? ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഞാൻ എൻ്റെ ആത്മാവിനോട് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥൻ. അതിന് വേറെ ആർക്കും മറുപടി പറയാൻ കഴിയത്തില്ല. എനിക്കതിന് മറുപടി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവും ഈ ഭൂമിയിലില്ല. പ്രിയ സൈമൺ ചാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് മനസ്സിലായി തൻ്റെ ജഡീക ശരീരത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി. ഏദൻ പൂങ്കാവനത്തിൽ ആദമഹവ്വയുടെ പാപം മൂലം ആ തേജസ് നഷ്ടപ്പെട്ടതിനാൽ എനിക്കൊരു തേജസ്കരിക്കപ്പെട്ട ശരീരം പ്രാപിക്കണമെന്ന് സൈലസ് പറഞ്ഞിട്ടല്ല, തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരാഗ്രഹമുണ്ടായിട്ട് തൻ്റെ പാപങ്ങൾ യേശുവിനോട് താൻ പറഞ്ഞു, യേശുവേ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം. യേശു തൻ്റെ പാപം ക്ഷമിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സഭയോട് ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ പ്രിയ സഹോദരൻ സ്നാനമേറ്റു.
വിശുദ്ധ ജീവിതത്തിന് ഉടമയായി ദീർഘവർഷങ്ങൾ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും തൻ്റെ സഹോദരങ്ങൾക്കും തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും മാതൃകയുള്ളവനായി താൻ ജീവിച്ചു. സമയമായപ്പോൾ ദൈവം തന്നെ ഒരുക്കിയ സമയത്ത് താൻ പ്രിപ്പയർഡായി. അമ്മേ, നമ്മൾ പലപ്പോഴും പാടാറില്ലേ, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ വെന്തി പോലൊരു മാലാഖ മണ്ണിൽ വിണ്ണിൽ നിന്ന് മരണത്തിൻ സന്ദേശവുമായി വന്നിരിക്കും. കേട്ടു നടുങ്ങി മനമിളകി ഭീതി വളർന്നൻ സ്വരമിടറി മിഴുനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ നാഥാ നീയൻ അധലംഭം. നമ്മളൊക്കെ പാടുന്നതാണ്, പക്ഷെ എൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. മൃത്യു വന്ന് ചോദിക്കുമ്പോൾ ഞാൻ റെഡി ആകട്ടെ എന്ന് പറഞ്ഞാൽ അതിനുള്ള നേരമല്ല അന്നേരം. മൃത്യു വന്ന് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ റെഡി ആയിരിക്കണം. എന്നാലേ കർത്താവിൻ്റെ വരവെങ്കിൽ തേജസ്സിൽ തൻ്റെ കാന്തയെ സ്വീകരിപ്പാൻ കോടാനുകോടി വിശുദ്ധന്മാരുമായി മധ്യാകാശ മൈതാനിയിൽ ക്രിസ്തുവും തൻ്റെ ദൂതന്മാരും പ്രത്യക്ഷപ്പെടും. കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ പ്രാക്കളെ പോലെ പറന്നുയരും. ഇന്ന് പ്രിയ സൈമൺ ചാൻ്റെ ജീവിതം വെച്ച് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്കൊരു മാതൃകയായിരുന്നു. എനിക്ക് ഇതിലധികം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. തൻ്റെ ജീവിതം കണ്ട തൻ്റെ മക്കൾ സാക്ഷി, തൻ്റെ ഭാര്യ സാക്ഷി, ദൈവം തന്നെ നടത്തിയ വഴികൾ ചുരുക്കം ചില കാലങ്ങൾ കൊണ്ട് നൂറുകണക്കിന് ദൈവമക്കളുടെ ഹൃദയത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റിയ ഒരു സഹോദരനായിരുന്നു സൈമൺ. വില കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല, ദൈവസ്നേഹം കൊടുത്ത് തനിക്ക് ലഭിച്ച സമ്പാദ്യമായിരുന്നു. നിർഗണങ്ങളോട് അനേക ദൈവമക്കൾ കരയുന്നത് എനിക്ക് ഇന്നലെ കാണാൻ കഴിയും. ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. നിത്യതയുടെ തുറമുഖത്ത് യോർദാന്റെ മറുകരയിൽ കർത്തനായ യേശു ക്രിസ്തു ആമേൻ രൂപാന്തരം പ്രാപിച്ച തേജസ്സോടെ വെളിപ്പെടുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ശരീരമായി സൈമൺ എഴുന്നേറ്റ് വരും. ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഒരു വാക്യം കൂടെ മാത്രം ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. റെവലേഷൻ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കൂടി മാത്രം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. സമുദ്രം ഇനിയില്ല. സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള. മണവാട്ടിയെ പോലെ ഒരുങ്ങി. മണവാട്ടിയെ പോലെ ഒരുങ്ങി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ. സ്വർഗത്തിൽ നിന്ന് തന്നെ ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവൻ അവരോടുകൂടെ വസിക്കും. ആര്? ദൈവം മനുഷ്യനോട് കൂടെ വസിക്കും. വായിച്ചു. അവർ അവന്റെ ജനമായിരിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. ആമേൻ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഇതിൽ പല ഒരു പ്രത്യാശയാണ്. ദൈവം നമ്മളോട് കൂടെ വസിക്കും. ഏദൻ പൂങ്കാവനത്തിൽ ആദമോവയെ കാണുവാൻ എല്ലാ സായം സന്ധ്യയിലും ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്നതുപോലെ തൻ്റെ മണവാട്ടി വിശുദ്ധ സഭയോട് ഒരുമിച്ച് വാഴുന്ന ഒരു ദിവസമുണ്ട്. അത് എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്ദിരമായി താൻ കാണുകയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട ദർശനമാണ്. ഈ ദർശനം പ്രാപിച്ച ദൈവമക്കൾക്കായി, കർത്തൃദാസന്മാർക്കായി, കോടാനുകോടി ദൈവഭക്തന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സൈമൺ ചാനും അത് പ്രാപിപ്പാനിടയായി തീർന്നു. ഒരു വാക്ക് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ. ധന്യനായ ദാനിയേലിനോട് കർത്താവ് ഇപ്പോൾ ഇപ്രകാരം പറഞ്ഞു. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. പ്രിയ സൈമൺ ചായ, പൊയ്ക്കൊള്ളുക. കാലാവസാനത്തിൽ കോടാനുകോടി വിശുദ്ധന്മാരോട് ഒരുമിച്ച് കർത്താവായ ദൈവം പോർച്ചൊല്ലി വിളിക്കുമ്പോൾ പ്രതിഫലം വാങ്ങിക്കുവാനായി ഇടങ്കയിൽ 1000 ആത്മാക്കളും വലങ്കയിൽ 1000 ആത്മാക്കളുമായി വിശുദ്ധന്മാർ എഴുന്നേറ്റ് വരുമ്പോൾ ആ വിശുദ്ധ ദിവസത്തിൽ സൈമൺ ചായനും എഴുന്നേറ്റ് വരും. നമുക്കൊരുമിച്ച് കാണാം.
ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. പ്രിയ സൈമൻ സഹോദരന്റെ മരണത്തോട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ തലവണക്കുവാൻ തന്ന ഈ ഭാഗ്യപദവിക്കായിട്ട് സ്തോത്രം. അപ്പ ജീവിച്ചിരിക്കുന്നവരുടെ നടുവിൽ കർത്താവെ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചല്ലോ. അപ്പ നിത്യമായ മരണത്തിൽ ഞങ്ങളെ വിടുവിപ്പാൻ തക്കവണ്ണം അപ്പ ഞങ്ങൾക്ക് ഹല്ലേലൂയ ദൈവത്തെ സുന്ദരക്ഷിതാവായി സ്വീകരിപ്പാനും അങ്ങയുടെ കൽപ്പന അനുസരിപ്പാനും ലോകത്തിന്റെ മുൻപാകെ മാതൃകയായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ. പ്രിയ സൈമേറിനോട് ചേർന്ന് ഞങ്ങൾക്കും അപ്രകാരമുള്ള ഭാഗ്യപദവി തന്നതിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആചരിച്ച് വരുന്നവർക്ക് പ്രയോജനമില്ലാത്ത ബോധന നിയമങ്ങളിൽ നിന്നും ആചാര അനുഷ്ഠാന കൽപ്പനകളിൽ നിന്നല്ല ഞങ്ങളെ വിടുവിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന്റെ അവകാശികളാക്കി ഞങ്ങളെ തീർക്കുവാൻ തക്കവണ്ണം ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്നല്ലോ. ഞങ്ങൾ 1000 സ്തുതി സ്തോത്രങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അപ്പാ ഈ അനുഗ്രഹീതമായ കൂടിവരവിലും പ്രത്യാശയുടെ വചനങ്ങൾക്കുമായി സ്തോത്രം. ഇനിയും ശേഷിക്കുന്ന കാലം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ കേട്ട വചനത്തിനൊത്തവണ്ണം ഞങ്ങളെ തന്നെ പുതുക്കുവാൻ, കർത്താവെ ഞങ്ങളുടെ മരണത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്നവരായിരിക്കാൻ, ഞങ്ങളുടെ പുനരുദ്ധാനത്തിന്റെ ശക്തി ഞങ്ങളിൽ നിലനിർത്തുവാൻ തക്കവണ്ണം, വിശുദ്ധിയിൽ വേർപാടിൽ വചന സത്യങ്ങളിൽ നിലനിൽപ്പാൻ തക്കവണ്ണം ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും സ്വന്തം രക്ഷിതാവായി കർത്താവിനെ സ്വീകരിക്കാതെ ഈ വചനത്തിൽ ഈ അടക്ക ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങൾ അവരോട് ക്രിയ ചെയ്യണമേ, കേട്ട വചനം അവരോട് വാദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്കായി കർത്താവ് തിരഞ്ഞെടുത്ത ദൈവവൃത്യന്മാർക്കായി സ്തോത്രം. അവരെ എല്ലാവരെയും ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ, വഴിയാത്രയിലെല്ലാം കൂടെ ഇരുന്നല്ലോ. പ്രത്യേകാൽ മാനസികമായ വേദനയിൽ കർത്താവായിരിക്കുന്ന ഭവന അംഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹധർമ്മിണിക്കായി, മക്കൾക്കായി, മരുമക്കൾക്കായിട്ട് സ്തോത്രം കർത്താവേ. അവരെ ബലപ്പെടുത്തണമേ, ക്രിസ്തുയേശുവിന്റെ പ്രത്യാശയിൽ അവരെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തണമേ. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ വേർവിളിക്കുന്ന നാളുകളിൽ കോടാനുകോടി വിശുദ്ധന്മാരുടെ നടുവിൽ പ്രതിഫലം വാങ്ങിക്കുവാൻ പ്രിയ സൈമൻ ചായൻ പോയിക്കൊള്ളുക, എഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശയോട് മണ്ണിന് മണ്ണായി പൂഴിക്ക് പൂഴിയുമായി ഈ മൃതശരീരം ഞങ്ങളിപ്പോൾ ഇവിടെ സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ആമേൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ആമേൻ പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. Praise the Lord. ഒരു പ്രത്യാശയുടെ ഗാനം നേരത്തെ പാടുന്നല്ലോ, സത്യം. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭതായി ഒന്നും മാറ്റണ്ട, ഒന്നും മാറ്റണ്ട. ക്രിസ്തൻ ശോഭതാരി ഞങ്ങളുടെ കർത്താവേ, ഈ മൃതശരീരം അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ കാണുന്നത് പോലെ ഈ മണ്ണിൽ ഞങ്ങൾ അടക്കുകയാണ്. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത വചനപ്രകാരം ദീർഘ 64 വർഷക്കാലം ഈ ഭൂമിയിൽ ആയുസ്സും ആരോഗ്യത്തോടും ജീവിച്ചു. ദൈവം പേർ വിളിച്ചപ്പോൾ നിത്യതയിലേക്ക് പ്രവേശിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയ സൈമൻ ചാൻ മൃതശരീരം ഞങ്ങൾ ഈ മണ്ണിലേക്ക് സമർപ്പിക്കുന്നു. ദേഹമെങ്ങോര
വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരി പിറ്റേന്നു പമോണർന്നിടാ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സിൽവി ആന്റിക്കായി പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് പറഞ്ഞ സമാധാനം നൽകിയ യേശുവിൻ്റെ സമാധാനം അങ്ങയുടെ ദാസിയെ ആശ്വസിപ്പിക്കണം. പ്രിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, വിനുവിനായി പ്രാർത്ഥിക്കുന്നു, കുടുംബമായി അനുഗ്രഹിക്കണം. ഷിനുവിനായി പ്രാർത്ഥിക്കുന്നു, കുടുംബമായി അനുഗ്രഹിക്കണം. സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവം അവരെ ആശ്വസിപ്പിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ മാതാവിനായി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ കരമുണ്ടാകണം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ ശരീരം ഇവിടെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ വരവെങ്കിൽ കാണാം എന്നുള്ള പ്രത്യാശയോട് ഞങ്ങൾ വിട പറയുന്നു. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത അങ്ങയുടെ ദാസൻ പാസ്റ്റർ ഡേവിസിനായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണം. എല്ലാ ദൈവദാസന്മാർക്കായി, കൂട്ടു ശുശ്രൂഷകന്മാർക്കായി, ദൈവമക്കൾക്കായി സ്തോത്രം. അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ ധന്യനാമത്തിൽ നല്ല പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ ക്രിസ്തുയേശുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനത്തോടും ബന്ധുപത്രാദികളോടും പ്രിയപ്പെട്ട എല്ലാവരോടും ദൈവസഭയോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തു യേശു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.